എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സൂമിന്റെ ചില സാങ്കേതിക കാരണങ്ങളാൽ സ്റ്റാർട്ട് ചെയ്യാൻ അല്പം ലേറ്റായി, ക്ഷമിക്കുക. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ മീറ്റിംഗ് ആരംഭിക്കാം. ദൈവം ഇത്രത്തോളം സഹായിച്ചു. ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തു വരുന്നതേ ഉള്ളൂ, എങ്കിലും നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. Hallelujah, 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 hallelujah. Praise the Lord, praise the Lord, praise the Lord. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇപ്രകാരം ആയിരിക്കാൻ സ്വർഗം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ സൂമിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം ഞങ്ങൾക്ക് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്യുവാനുള്ളവരെയൊക്കെ കർത്താവ് കൂട്ടി വരുത്തണമേ. ഇന്നത്തെ പാട്ട് ഹല്ലേലൂയ എല്ലാം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനെ ശുശ്രൂഷിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്ന ദാസനായി സ്തോത്രം. കർത്താവ് സഹായിക്കണം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വം അങ്ങെടുക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് നമ്മുടെ മധ്യത്തിൽ പ്രിയ ബ്രദർ ലാലു പാമ്പാടി ജോയിൻ ആയിട്ടുണ്ട്. ദൈവം അദ്ദേഹത്തെ ഇന്ന് പകൽ നമുക്ക് ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ തിരക്കുകൾക്കൊക്കെ ഇടയിൽ കടന്നു വന്ന് ദൈവനം നമ്മളോടൊപ്പം ആയിരിക്കാനൊക്കെ ദൈവം സഹായിക്കുന്നതോർത്ത് സ്തോത്രം. ഇന്ന് പകലും താൻ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തുടർന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിപ്പാനുള്ള അവസരമാണ്. കർത്താവിന്റെ ദാസൻ ബ്രദർ ലാലു പാമ്പാടിയെ അതിനായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൗണ്ട് ക്ലിയർ ആണോ? കേൾക്കാമോ? കേൾക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. വലിയവനായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൃപയും നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് നടന്നു വരുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ഈ രാവിലെ സെക്ഷനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടിയാക്കിയ വൻകൃപകൾ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്ക് നല്ലൊരു പ്രഭാതം സ്വർഗം നൽകി തന്നു. വിവിധ വ്യത്യസ്ത ടൈം സോണുകളിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടാക്കി തരുന്ന വിലയേറിയ കൃപകൾ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യ കൃപ നമ്മുടെ കൂടെ ഇരുന്ന് പ്രത്യേകാൽ അഗാപ്പെ ചർച്ച് ദോഹയിലുള്ള ദൈവസഭയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹീത നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനായി സ്തോത്രം ചെയ്യുന്ന ക്രിസ്തുവിൽ ഞാനേറെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ലാലു ജേക്കബ് കുടുംബം, ഈ ദൈവസഭയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കുറച്ച് പേരേ ഉള്ളൂ എങ്കിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൃപ നമ്മുടെ കൂടെയുണ്ട്. 2-3 പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം അരുളിയ നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പ്രത്യേകം ഇന്ന് ഏറെ സന്തോഷമുള്ളത്, ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ക്രിസ്തുവിൽ പാസ്റ്റർ ബ്ലെസൻ ജോർജ്, കാനഡ. അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒത്തിരി ചേഞ്ചുകൾ ദൈവം വരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ
പലപ്പോഴും കേൾക്കുവാനും ഒരുമിച്ച് മീറ്റിങ്ങിനൊക്കെ ആയിരിക്കാനും കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. പ്രിയ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ കർത്താവ് ഒന്ന് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. അത് കൂടി വന്നിരിക്കുന്ന ജീവിതത്തിന് കുടുംബമായി വ്യക്തിപരമായി വിടുതലാകുമെന്ന് ഞാൻ ഉറപ്പ് തരുന്ന കാരണം കർത്താവിൻ്റെ ദാസനെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ശക്തമായി കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്ന ദൈവത്തിനാണ്. പ്രിയ ദൈവദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുമിച്ച് കർത്താവിൻ്റെ പാദപിടത്തെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇന്നൊരു അത്ഭുതം നടക്കുമെന്ന വാഞ്ചയോടെ ഇരിക്കുന്ന മക്കളെ, ദൈവമക്കളെ കാണുന്നൊരു സ്വർഗമുണ്ട്. സൂമൊക്കെ ഓൺ ചെയ്യാൻ കഴിയുന്നവർ സൂം ഓൺ ചെയ്യുവാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് തമ്മിൽ കണ്ട് നമുക്ക് ശുശ്രൂഷ നമുക്ക് ചെയ്യുവാൻ കർത്താവ് ഇടവരുത്തും. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: അതിന് ഞാൻ അവരുടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നമുക്കറിയാമല്ലോ, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണത്. നെബൂഖദ്നേസർ എന്ന രാജാവിൻ്റെ കാലത്ത് യെരൂശലേമിൻ്റെ മതിൽ തകർത്തു. എന്നാൽ അതിൻ്റെ വാതിലും തീ വെച്ചു നശിപ്പിച്ചു. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയ നെഹമ്യാവ് ഇത് പണിയുവാൻ തയ്യാറാക്കുന്നതിന് മുമ്പ് കുറേ ദിവസമായി ഉപവാസത്തോടും പ്രാർത്ഥനയോടെയും ഇരുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഒരു കാര്യം പോലും പണിത് നമുക്ക് ഉയർത്തുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അധികാരികളുടെ ചോദ്യത്തിന് മുൻപിൽ വേദനപ്പെട്ട സങ്കടപ്പെട്ട നെഹമ്യാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥന ഒരു അനുഗ്രഹമായി മാറി. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവസഭയോടും ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത്, കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരുന്നാൽ കഴിയാത്ത ചില കാര്യങ്ങൾ സ്വർഗം നമ്മുടെ മുമ്പിൽ അത് അനുകൂലമാക്കി സ്വർഗം നൽകി തരിക തന്നെ ചെയ്യും. നമുക്ക് പണിയുവാൻ കഴിയാത്ത ചില മണ്ഡലങ്ങളെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും തീർച്ചയായിട്ടും അത് പണിതെടുക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഈ മതിലിൻ്റെ പണി തീർന്നത് ദൈവത്തിൻ്റെ ഒരു കരം, ഒരു ദൈവിക മഹത്വം അവിടെ വെളിപ്പെട്ടുകൊണ്ടാണെന്ന് ശത്രുവിന് മനസ്സിലായി. പ്രിയരെ, ശത്രു നമ്മെപ്പറ്റി മനസ്സിലാക്കും. പ്രാർത്ഥിക്കുന്ന ഭക്തനെ ഒരിക്കലും തോൽപ്പിക്കുവാൻ കഴിയില്ല. ഞാൻ വിശ്വസിക്കുന്ന ഈ അഗാപ്പെ ചർച്ചിൻ്റെ ഈ നടന്നു വരുന്ന ഉപവാസ പ്രാർത്ഥന ശത്രുക്കളുടെ മുമ്പിൽ ചില വിടുതലായി, ചില വഴിത്തിരിവായി ഈ ദൈവസഭയെ മാറ്റുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. സന്തോഷമുള്ളവർ ഹല്ലേലൂയ. കുറച്ച് പേരെ വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളെങ്കിൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോടൊരു കാര്യം ഓർപ്പിക്കാം. തകർന്നു കിടക്കുന്നതിനെ ഈ ഉപവാസ പ്രാർത്ഥന മുഖാന്തരം തകർന്നതിനെ, ഉടഞ്ഞതിനെ പണിയുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ട് പണിയുവാൻ സാധിക്കുമോ എന്ന് അധികാരികൾ ചോദിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ആ ചോദ്യം ഇല്ലാതായിപ്പോയി. ഹല്ലേലൂയ. പ്രിയ ദൈവദാസനെ, നമ്മുടെ മുമ്പിൽ പല ചോദ്യചിഹ്നങ്ങളും ഉയർന്നു നിൽക്കുന്ന ചില ചോദ്യചിഹ്നങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പിൽ ഇന്ന് ആരാധനയിൽ, ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ഒരു വിടുതൽ എടുക്കുമെന്നുള്ള പ്രത്യാശയുടെ വാഞ്ചയോടെ നമുക്കായിരിക്കും. അഥവാ പണിതാൽ തന്നെ നമുക്കറിയാം, ഒരു കുറുക്കം കയറിയാൽ പോലും അത് തകർന്നു പോകുന്ന ഒരവസ്ഥയാണ് ശത്രു കാണുന്നത്. ഹല്ലേലൂയ. ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്നും കല്ലുകളെ ജീവിപ്പിക്കാൻ നിങ്ങൾക്കാകുമോ എന്ന ചോദ്യം, പലതരം ചോദ്യങ്ങൾ. പക്ഷെ നമുക്ക് പറയാൻ കഴിയും, ജീവിപ്പിക്കാൻ കഴിയും. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം ശക്തനായ ദൈവമാണ്. പ്രതികൂലമായ ചോദ്യങ്ങൾ, വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഉറപ്പോടെ, ബലത്തോടെ പറയാൻ കഴിയണം, ചില വിഷയത്തിന് ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ദൈവിക കരം ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കുമെന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്കായിരിക്കാം. തൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. തകർന്നതിനെ പണിയുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും പ്രയാസത്തോടെ, വേദനയുടെ മുമ്പിൽ ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഉപവാസ പ്രാർത്ഥനയിലാണെങ്കിൽ ദൈവസഭയെ ഒരുമിച്ച് ചേർന്ന് ചിലതിനെ പണിതെടുക്കുവാൻ ഈ ഉപവാസ പ്രാർത്ഥന മുഖാന്തരം കഴിയട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രിയ ദൈവദാസൻ വചനത്തിലൂടെയുള്ള ശുശ്രൂഷ, ഞാനും അത് കേൾക്കാൻ വേണ്ടി വാഞ്ചയോടെ ഇരിക്കുക. ഞാൻ മാനസികമായി വളരെയധികം തകർന്ന സമയത്ത് പ്രിയ ബ്ലെസൻ പാസ്റ്ററുടെ മെസ്സേജ് എനിക്ക് പലപ്പോഴും ഒരു വിടുതലായി, ഒരു ആശ്വാസമായി തീർന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ചില ജീവിതങ്ങൾക്ക് ഇന്നത്തെ വചന ശുശ്രൂഷ ഒരു അനുഗ്രഹമായി മാറും. ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ദോഹയിലെ ഈ ചർച്ചിൻ്റെ മീറ്റിങ്ങിൽ ഇന്ന് നടക്കുന്ന ഈ ശുശ്രൂഷ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത വിധം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് കൂടി വന്നിരിക്കുന്ന എല്ലാവരോടും ദൈവത്തിന് സംസാരിപ്പാനുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ.
നമ്മുടെ ഭാരങ്ങൾ തീർക്കുന്നവൻ, നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നൊരു ദൈവം, ഇതെല്ലാം തീർത്തു തരുന്നൊരു ദൈവമുണ്ട്. തകർന്നതിനെ പണിയുന്നൊരു ദൈവമുണ്ട്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നമ്മൾ ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. നിത്യവും നാമുള്ള ഭാരങ്ങളാകീലം, ഓ നിത്യവും നാമുള്ള ഭാരങ്ങളാകീലം തീർത്തു തരുന്നവനേ, തീർത്തു തരുന്നവനേ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. കർത്താവിൻ്റെ സന്നിധിയിൽ നിരന്തരമായി ദൈവത്തിന് സ്തോത്രം കൊടുത്താൽ, ദൈവത്തിന് ആരാധന കൊടുത്താൽ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മതിലുകൾ മാറി തകർന്നതിനെ പണിയുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പഴയ ഗാനത്തിൻ്റെ ഈരടികളാണ് നിങ്ങളുടെ മുമ്പിൽ മൊബൈലോ അല്ലെങ്കിൽ മറ്റുള്ള ടാബോ എന്തെങ്കിലും. വന്ദനം ചെയ്തിടുവിൻ, ശ്രീ യേശുവേ വന്ദനം ചെയ്തിടുവിൻ. ഇതൊക്കെ പഴയ ഭക്തന്മാർ പാടി കർത്താവിനെ സ്തുതിച്ചിട്ടുള്ള ഗാനമാണ്. തീർച്ചയായിട്ടും ഈ ഗാനത്തിനകത്തെല്ലാം ഒരു വിടുതലുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടായിരുന്നാൽ, ഭക്തനായ നെഹമ്യാ പറഞ്ഞു, ഞങ്ങൾ പണിയും. ഹല്ലേലൂയ, ഞങ്ങൾ പണിയും. അതുകൊണ്ട് ആ പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ഗാനത്തിൻ്റെ ഈരടികൾ പാടി കർത്താവിനെ സ്തുതിക്കാം. എല്ലാ അതരങ്ങളും തുറന്ന് പാടി ദൈവത്തെ വാഴ്ത്താം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. സന്തതം സകലരും സന്തോഷധ്വനി, സന്തതം സകലരും സന്തോഷധ്വനി, സ്തോത്ര സംഗീതം പാടി, സ്തോത്ര സംഗീതം പാടി, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. നിരന്തരം വന്ദനം ചെയ്തിടുവിൻ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. ഓ രാജിതമാകസേഴും ആമനുസുതനേ, രാജിതമാകസേഴും ആമനുസുതനേ, ഓ രാജസംഹാനിതനേ, രാജസംഹാനിതനേ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. നിരന്തരം വന്ദനം ചെയ്തിടുവിൻ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. അടുത്ത വരി ശ്രദ്ധിച്ചോണേ. ഓ കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു, കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു, വല്ലഭനായവനേ, വല്ലഭനായവനേ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. നിരന്തരം വന്ദനം ചെയ്തിടുവിൻ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. ഓ ഭീതിയാം പൂരിരുളാകിലവും നീക്കും. കേട്ടോ പ്രിയരെ, ഭീതിയാം പൂരിരുളാകിലവും നീക്കും, നീതിയിൻ സൂര്യനാകും, നീതി
പാടി സ്തുതിക്കുന്ന ദൈവം. ഓ പാപമില്ലാത്തവൻ പരിശുദ്ധനാമം, പാപമില്ലാത്തവൻ പരിശുദ്ധനാമം. ഓ പാടി സ്തുതിച്ചിടുവിൻ, പാടി സ്തുതിച്ചിടുവിൻ. ശ്രീയേശുവേ വന്ദനം. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയാൽ നിരന്തരം വന്ദനം ചെയ്തിടുവിൻ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. എല്ലാരുമേഘമായി കൂടി സന്തോഷമായി ആരാധി. സഭ ഒരുമിച്ച് ചേർന്ന് എല്ലാരും മേഘമായി കൂടി സന്തോഷമായി ആരാധിക്കാം. ഓ നല്ലവനാ കർത്തനവൻ, വല്ലഭനാ വെളിപ്പെടുമേ. ഓ നല്ല ഹല്ലേലൂയ, ശബ്ദര ഹല്ലേലൂയ. വല്ലഭനാ വെളിപ്പെടുമേ. ഓ കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും. ദൈവസഭയെ ഒരുമിച്ച് ചേർന്ന് പാടിക്കേ. ഓ കുരുടരിൻ കണ്ണുകൾ തുറക്കും, ഓ കാതു കേട്ടിടും ചേകിടക്കുമേ. ഓ ഉടന്തുള്ളവർ ഉദിച്ചുയരും, ഭൂമരെല്ലാം സ്തുതി. ഹല്ലേലൂയ. ഓ ഉടന്തുള്ളവർ വിശ്വസിച്ച് പാടിക്കേ, വിശ്വസിച്ച് പാടിക്കേ. സ്തുതി മുഴക്കും. ഓ നിന്നിത പാത്രരായി മേവാലാലിച്ച നമ്മെ നായകൻ കൈവിടുമോ. നിന്നിത പാത്രരായി മേവാ. ഓ നമ്മെ നായകൻ കൈവിടുമോ. ഓ എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. ഓ എഴുന്നേറ്റു നാം തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. ആമേൻ. എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. ആമേൻ. എഴുന്നേറ്റു നാം ശബ്ദര ഹല്ലേലൂയ. ഓ നമ്മോടിരിക്കും. നെഹമ്യാവ് പറഞ്ഞു, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റു പണിയും. ഹല്ലേലൂയ. 52 ദിവസം കൊണ്ട് തകർന്നതിനെ പണിയുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ ചില ദിവസങ്ങൾക്ക് ശേഷം, ചില ദിവസങ്ങൾ കൊണ്ട് ചില വിടുതലുകൾ ഈ ദൈവസഭയ്ക്കും ഇതിനകത്ത് കൂടിയിരിക്കുന്ന ജനത്തിനും ചില വിടുതലുകൾ സ്വർഗം നൽകി തരുവാൻ പോവുക. അത് വിശ്വസിച്ചൊന്ന് ആ വാക്കുകളൊന്ന് പാടിക്കേ. ഹല്ലേലൂയ. എഴുന്നേറ്റു നാം പണിതീടുക, തിരുക്കരങ്ങൾ നമ്മോട് കൂടിയിരിക്കും. വേദനകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിന് നേരെ നമ്മളെ തളർത്തിക്കളയാൻ വരുമ്പോൾ പേടിക്കണ്ട. നെഹമ്യാവിനെ പോലെ നമുക്കും പറയാൻ കഴിയണം, ഞങ്ങൾ പണിയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം, ഒരു പദ്ധതി നമ്മുടെ മേലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവനിൽ ഊവ് എന്നത്രയാ. അതെത്രയാണെങ്കിലും അതുകൊണ്ടൊരു പ്രതികൂലത്തിനോ പ്രതിസന്ധിക്കോ നമ്മളെ തകർത്ത് കളവാൻ കഴിയത്തില്ല. നമ്മുടെ മുമ്പിൽ വരുന്ന അനർത്ഥങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ മാത്രമല്ല, ശുശ്രൂഷയോടുള്ള വെല്ലുവിളികൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു വിടുതലായി, ഒരു അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ.
കർത്താവിൻ്റെ ദാസനെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കും. ഞാൻ വിശ്വസിക്കുന്നു വചനത്തിൻ്റെ വാതിലുകൾ ഇന്ന് നമ്മുടെ മുമ്പിൽ തുറക്കും. തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറുന്ന ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ഒരു ദേശത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ദൈവസഭയുടെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ദൈവദാസന്മാർ ഉപവാസവും പ്രാർത്ഥനയും പ്രസിദ്ധിച്ചപ്പോൾ തന്നെ ഇതിനകത്തൊരു വിടുതലായി. എസ്രായുടെ നമുക്കറിയാലോ, എസ്രായുടെ സുവിശേഷം അഹവ ആറ്റിൻ തീരത്ത് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. എനിക്കും എൻ്റെ തലമുറകൾക്കും ഒരു ശുഭയാത്ര ആവശ്യമാണ്. ഈ അഗാപ്പെ ചർച്ചിന് ദൈവം മുമ്പിൽ ഒരു ശുഭയാത്ര വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് ഒരു ആമേൻ പറ. ഹല്ലേലൂയ. ഞാൻ ഏറെ സ്നേഹിക്കുന്ന പ്രിയ ജോബ് പാസ്റ്റർ ജോബ് ടാലിസ് പ്രിയ ദൈവകൃത്യനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ചില വാതിലുകൾ മുമ്പിൽ അടയുമ്പോൾ ദൈവദാസനെ പേടിക്കണ്ട. പ്രതികൂലങ്ങൾ മുമ്പിൽ വരട്ടെ, കടഭാരങ്ങൾ വരട്ടെ, എന്നാൽ ഇന്നത്തെ ഈ ഉപവാസ പ്രാർത്ഥന പ്രിയ ദൈവദാസന്റെ മുമ്പിൽ ഒരു അനുഗ്രഹമായി മാറും. തകർന്നതിനെ പണിയുന്നൊരു ദിവസമാക്കി ഇന്ന് സ്വർഗം അവിടുന്ന് തീർക്കും. വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി ആമേൻ. ഹല്ലേലൂയ. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ടെന്നൂര ചെയ്തില്ലേ. കാക്കയാൽ ഭക്തനെ ഓട്ടിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. ചില ഭാരങ്ങളോടെ, ചില വേദനകളോടെ, ചില പ്രതിസന്ധികളോടെ കടന്നു പോകുന്ന ചിലരെ ഇന്നത്തെ ദിനം ദൈവം ഒരു ആശ്വാസം കൊടുക്കാൻ പോവാം. എനിക്ക് പ്രാപ്തിയുണ്ടത് പറയാൻ. കാരണം ഒരുപാട് ആവശ്യയുടെ മുമ്പിൽ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞപ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ലാലു പാസ്റ്ററെ തലേ ദിവസം രാത്രി 10 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു, രാവിലെ 9 മണിയാകുമ്പോൾ 2 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്, കൊടുക്കണമെന്ന് പറഞ്ഞു. മുമ്പിൽ ഒരു വഴിയില്ല. ഞാനത് തുറന്നു പറയാം. കാരണം എന്നെ അറിയുന്നതും എന്നെ സ്നേഹിക്കുന്നവരാണ് ഈ സൂം മീറ്റിൽ. അതെനിക്ക് പറയാൻ ഒരു ലജ്ജയില്ല. അദ്ദേഹത്തിന് അന്നേ കൊടുത്തേ മതിയാകൂ. എനിക്ക് വേറൊരു വാക്ക് പുള്ളിയോട് പറയാനില്ല. ഞാൻ ആ ദൈവദാസനെ 2 ലക്ഷം രൂപ രാവിലെ 10 മണിയാകുമ്പം ഞാൻ പ്രിയ ദൈവദാസൻ്റെ കരങ്ങളിൽ തരുമെന്ന് പറഞ്ഞു. രാത്രി 9 10 11 കാര്യത്തിനൊരു വിടുതൽ സംഭവിച്ചില്ല. എന്നാൽ എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് പറയാൻ. ഞങ്ങളൊരു പാ ഇട്ടേച്ച് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കരങ്ങൾ കോർത്ത് പിടിച്ച് ഞങ്ങൾ രാത്രി മുഴുവനും കർത്താവിൻ്റെ എപ്പോഴും ഉറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞില്ല. കേട്ടോണം, ഞങ്ങൾ കണ്ണുനീരോടെ കരങ്ങൾ കോർത്ത് പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞു. കാരണം മുമ്പിൽ ഒരു വാതിലുമില്ല, മുമ്പിൽ തുറക്കാൻ ഒന്നുമില്ല. എന്നാൽ തൻ്റെ ഭക്തന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവമക്കൾ ദൈവദാസന്മാർ പറയുന്നത് കേട്ട് കരയുന്ന കണ്ണിന് വിടുതലുണ്ട്. ഹല്ലേലൂയ. കരയുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ ഇരുവരും ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് ഞങ്ങൾ അന്ന് രാത്രി പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. പ്രിയ ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഞാൻ അറിഞ്ഞില്ല ഞാൻ ഉറങ്ങിപ്പോയ കാര്യം. ക്ഷീണം കൊണ്ടോ അങ്ങ് ഉറങ്ങിപ്പോയി. പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ 35 മിസ് കോൾ എൻ്റെ ഫോണിനകത്ത് കിടക്കുക. ഞാൻ സൈലൻ്റ് ആക്കിയിട്ട് രാത്രി പ്രാർത്ഥിക്കാനിരുന്ന ഞാനിങ്ങനെ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് ആവശ്യമായ ആ തുക എൻ്റെ അക്കൗണ്ടിൽ വന്ന് കിടക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട്. അതൊരിക്കലും ഒരു വഴി മുമ്പിലില്ല, ഒന്നും ഇല്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ വിഷയത്തിന് പരിഹാരമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ എത്ര കടഭാരമാണെങ്കിലും എത്ര പ്രതിസന്ധിയാണെങ്കിലും പേടിക്കണ്ട. കണ്ണുനീരോടെ കരഞ്ഞാൽ സ്വർഗം അവിടുന്ന് വിടുതൽ തരും. കാക്കയാൽ തൻ്റെ ഭക്തനെ പോറ്റിയ ദൈവം നമ്മെ പോറ്റുവാൻ ശക്തനാണ്. അതുകൊണ്ട് പാട്ടുകാരൻ ഇങ്ങനെ ഒരു വരി ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഓ കാക്കയെ കൊണ്ടുതൻ ദാസനെ പോറ്റുവാൻ ശക്തനായി തീർന്നവൻ കൂടെയുണ്ട്. കാക്കയെ കൊണ്ടുതൻ ദാസനെ പോറ്റുവാൻ ശക്തനായി തീർന്ന
വിശ്വസിക്കാമോ? കാക്കയെ കൊണ്ട് തൻ്റെ ദാസന്മാരെ പോറ്റുന്നൊരു ദൈവം നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. പ്രിയരെ, ഇത് ശത്രുക്കൾ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും ഈ ഉപവാസ പ്രാർത്ഥന. നമ്മളെ എതിർക്കുന്നവർ ഇത് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും ഈ ഉപവാസ പ്രാർത്ഥന. പക്ഷേ ഞാൻ ആത്മാവിൽ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ചില വിടുതലുകൾ സ്വർഗം അവിടെ നിന്ന് എഴുതി വച്ചിരിക്കുക. ഹല്ലേലൂയ. സമയത്തിന് പരിമിതിയുണ്ടല്ലോ. പ്രിയ ദൈവദാസന് സമയം ഏറെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഒരു പാട്ടിൻ്റെ കുറച്ച് അടികൾ മാത്രം ഒന്ന് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചതിന് ശേഷം പ്രിയ ദൈവദാസന് നമുക്ക് സമയം വേദനിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന ഗാനത്തിൻ്റെ ഏഴുകൾ ഇങ്ങനെ പാടാം. ഹല്ലേലൂയ. കാക്കയെ കൊണ്ട് തൻ്റെ ഭക്തനെ പോറ്റിയ നാഥൻ്റെ സ്നേഹത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ നമുക്കൊന്ന് ചേർന്ന് പാടാം. പടക് തകർന്നെന്ന് തോന്നിയപ്പോഴും കാറ്റുകൾ ആഞ്ഞടിച്ചപ്പോഴും പൗലോസിൻ്റെ ഉള്ളിൽ ഭയം തട്ടിയാലും പൗലോസിനുള്ള വാഗ്ദത്തമാണ് പൗലോസിനെ അക്കരെ എത്തിച്ചെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ചിലരെ അക്കരെ എത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചില വിടുതലിലേക്ക്, ചില നന്മയിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന ഗാനത്തിൻ്റെ ഈരകൾ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. എല്ലാ കാര്യങ്ങളും ചേർത്തടിച്ച് ഹല്ലേലൂയ. സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഓ പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ അനഘനേശുവെ മറന്നിരിക്കും തങ്കയൊന്നാൾ ഘോഷിച്ചിടാനഘനേശുവെ ശക്തിയോടെ കരങ്ങൾ ചേർത്തടിച്ച് പാടി ഘോഷിച്ചിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഓ ഈശാനമൂലൻ ആടിച്ചുയർന്നു, പടകു തകർന്നെന്നു തോന്നിയപ്പോ. ഓ ഈശാനമൂലൻ ആടിച്ചുയർന്നു, പടകു തകർന്നെന്നു തോന്നിയപ്പോ. മുടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോ. ഹല്ലേലൂയ. മുടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോ നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക, ഹല്ലേലൂയ, അവന്റെ നാമം ഉയർത്തിയിടുക. ഓ ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ. ഓ ഇന്നെന്ന ഭാരത്താൽ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ. അങ്ങയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. 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 അങ്ങയാൽ ഭക്തനെ പോറ്റിയ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, താങ്ക് യു ലോർഡ്. ഓ റബന ബബ ശബ്ദര ഹല്ലേലൂയ. ഓ റിബന ബബ ശൈദവ
Hallelujah, hallelujah. Thank you, Jesus. Thank you, Lord. Hallelujah, hallelujah, hallelujah. ഉള്ളം താളർന്നേറ്റവും ആശയറ്റ നേരവും ഈ തിരുവചന ശുശ്രൂഷയ്ക്ക് മുമ്പ് ക്രൂശിൽ രക്തം കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു. ഓ ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഓ ഞാനോദിക്കും നേരത്തിൽ ശത്രുശല്യം ഒന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കും. ഉള്ളം തളർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ആശ്വാസം നൽകുന്ന തിരുവചനം നമ്മളെ ആശ്വസിപ്പിക്കും. കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? കർത്താവിന്റെ വലിയ സാന്നിധ്യ കൃപ നമ്മുടെ കൂടെയുണ്ട്. സമയം വേർതിരിച്ചെന്ന അഗാപ്പെ ചർച്ചിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ലാലു ജേക്കബ്, ദൈവസഭ കുടുംബം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രതിയാൽ കർത്താവ് എല്ലാവരെയും ആകാശത്തിന്റെ കിളിവാതിലിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ദൈവം നിങ്ങളെ മാനിക്കട്ടെ. താങ്ക് യു. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിച്ചിട്ടാണിരിക്കുന്നത്. താങ്ക് യു. Praise the Lord. താങ്ക് യു വളരെ ജീസസ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി, വളരെ അർത്ഥവത്തായ പഴയ ഭക്തന്മാർ എഴുതിയ പഴയ ഗാനങ്ങൾ പാടി നമ്മളെ ആരാധനയിൽ നയിച്ച കർത്താവിന്റെ ദാസന്, കുടുംബത്തിന് വളരെ നന്ദി അറിയിക്കുന്നു. ദൈവം ഇന്ന് പകൽ കർത്താവിന്റെ ദാസന്റെ സാന്നിധ്യം കടന്നു വന്നവർക്ക് അനുഗ്രഹമായത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പകലത്തെ മീറ്റിങ്ങിന് അധികം പേര് കാണത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും പ്രൈസ് ദി ലോർഡ്, താൻ കടന്നു വന്ന് ഇന്ന് പാടുവാനൊക്കെ ദൈവം സഹായിച്ചല്ലോ. പ്രത്യേകാൽ പ്രിയ ബ്ലസൻ ജോർജിന്റെ അടുത്ത ഫ്രണ്ടാണ് പാസ്റ്ററുടെ. അപ്പം കടന്നു വരുവാനൊക്കെ ദൈവം കാണിച്ച നല്ല സന്മനസ്സിനായി സ്തോത്രം ചെയ്യാം. ആ കർത്താവിന്റെ ദാസനെ കുടുംബമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. താൻ പാമ്പാടിയിൽ ഒരു ഭവനമൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം തന്നെ സഹായിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും പ്രാർത്ഥനകളും ഉണ്ടാകും. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇത്രത്തോളം ദൈവം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബ്ലസൻ ജോർജ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് അവിടെ ഒത്തിരി ലേറ്റ് നൈറ്റ് ആയി, എങ്കിലും നമുക്ക് വേണ്ടി ഉറങ്ങാതെ, എനിക്ക് തോന്നുന്നു വാൻകൂവറിൽ ഇപ്പം രാത്രി 12 മണിയായി, എങ്കിലും നമ്മളോട് കൂടെ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ താൻ ദൈവവചനം സംസാരിപ്പാൻ വളരെ ഉത്സാഹമുള്ള ഒരു അനുഗ്രഹീത ദൈവദാസനാണ്. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് നൈറ്റ് ആയിട്ട് നമുക്ക് വേണ്ടി ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒട്ടും തന്നെ സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മോടൊപ്പം വീട്ടിൽ നിന്ന് സാഹചര്യമില്ലാഞ്ഞിട്ടും ഓഫീസിൽ നിന്നൊക്കെ ജോയിൻ ചെയ്യുന്ന പ്രിയ സിസ്റ്റർ രമ്യ കൃഷ്ണൻ നമ്മളോടൊപ്പം ഉണ്ട്. താൻ ചില സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് തന്റെ സാക്ഷ്യം ഒന്ന് ഓർപ്പിക്കും. കാരണം വളരെ പ്രതികൂലത്തിന്റെ മധ്യത്തിലും നമ്മുടെ ഈ മീറ്റിങ്ങുകളൊക്കെ തനിക്കൊരു പ്രയോജനമാണ്. ഓൺലൈനിൽ ഓഫീസിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. തനിക്ക് വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ പ്രെയർ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. താൻ ചില വാക്കുകളിൽ തന്റെ സാക്ഷ്യ വാചകത്തിൽ പറയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഫാസ്റ്റർ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരു വലിയൊരു സാക്ഷ്യം പറയാനുണ്ട്. ഒരു 2 വീക്സ് ആയിട്ട് എൻ്റെ മോൾ ഇതുപോലെ, അവൾക്ക് 7 വയസ്സാണ്. അപ്പോൾ അവൾ ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ കരുതി, ആദ്യമൊക്കെ വിചാരിച്ചു അത് എന്തെങ്കിലുമൊക്കെ ഫീവറിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ എന്നാലും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു പോയി, എന്തെങ്കിലും ഒന്ന് ലാബ് ടെസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇവിടെ PHSയിൽ 107 ഞാൻ വിളിച്ചു. പക്ഷെ നമുക്കറിയാലോ, നമ്മളിപ്പോൾ വിളിച്ച് അപ്പോയിൻമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 months അല്ലെങ്കിൽ ഒരു 1 month എടുക്കും നമുക്ക് ആ ഒരു അപ്പോയിൻമെന്റ് കിട്ടാൻ. പക്ഷെ ദൈവകൃപയാൽ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് അതിനുള്ള അപ്പോയിൻമെന്റ് കിട്ടി. അങ്ങനെ ഞാൻ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ തൈറോയിഡ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് നോർമലായിട്ടുള്ള തൈറോയിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന രീതിയിൽ 2 മുതൽ 5 വരെയാണ് അതിൻ്റെ ഒരു നോർമൽ തൈറോയിഡിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. പക്ഷേ മോക്കുണ്ടായിരുന്ന തൈറോയിഡിന്റെ റിസൾട്ട് 11 അത് ഒരു അപ്പർ വാല്യൂവിനേക്കാളും ഒരുപാട് ഹൈ വാല്യൂവിലേക്കാണ് പോയത്.
അപ്പോൾ ആ ഒരു 11 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സ് ഭയങ്കരമായിട്ട് പെടഞ്ഞു. കാരണം ആ ഒരു ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് കുഞ്ഞു പ്രായമാണ്. അപ്പോൾ ഇപ്പൊ തന്നെ ആ ഒരു തൈറോയിഡിന്റെ മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പിന്നെ കുറെ ആൾക്കാരോട്, ഒരുപാട് ഡോക്ടേഴ്സുമാരോടൊക്കെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോഴേ തൈറോയിഡിന്റെ മെഡിസിൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. കുഞ്ഞു പ്രായമാണ്. അതുകൊണ്ട് ആ ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സമാധാനം നമ്മൾ ഉണ്ടാകുന്നുള്ള ആ ഒരു കർത്താവിന്റെ വചനം ഞാൻ ഏറ്റെടുത്തു. ആ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയില്ല എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഭയങ്കര സമാധാനം ഉണ്ടായി. അന്നേരം എനിക്ക് ഉറപ്പായിരുന്നു ഇതെന്റെ കൊച്ചിന്റെ റിസൾട്ട് അല്ല. എൻ്റെ മോക്ക് ഒരിക്കലും, ഞാൻ ദൈവ സന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരിക്കലും ഈ ഒരു റിസൾട്ട് എൻ്റെ കുഞ്ഞിന് ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു നിന്നു. ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ ഇവിടുത്തെ എമർജൻസിയിൽ പോയി, BHC എമർജൻസിയിൽ പോയി ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ തൈറോയിഡ് എനിക്ക് വീണ്ടും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സാധ്യമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 45 ദിവസമെങ്കിലും എടുക്കണം. ഒരു വാല്യൂയിൽ ഒരു വേരിയേഷൻ കാണണം എന്നുണ്ടെങ്കിൽ മിനിമം 45 ഡേയ്സ് എടുക്കാതെ നമുക്കൊരു വേരിയേഷൻ വരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് റിസൾട്ടിൽ എനിക്ക് ഏത് വിശ്വാസമില്ല, എനിക്ക് 1 വീക്ക് എനിക്ക് ഉടനെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ എൻ്റെ ആ ഒരു റിക്വസ്റ്റ് വെച്ചിട്ട് ഡോക്ടർ നെക്സ്റ്റ് വീക്ക് തന്നെ അതിൻ്റെ ഒരു അടുത്തൊരു ടെസ്റ്റ് ഇട്ടു. പക്ഷെ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് എനിക്കൊരു റിസൾട്ട് തന്നു. തൈറോയിഡിന്റെ വാല്യൂ 4 ആക്കിയിട്ട് കർത്താവ് എനിക്കത് മാറ്റി തന്നു. 11 പറയുന്ന വാല്യൂ ആണ് കർത്താവ് എനിക്ക് 4 ആക്കി മാറ്റി തന്നത്. ഇപ്പൊ കുഞ്ഞു പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഡോക്ടറിന് തന്നെ അറിയില്ല. ഡോക്ടർ തന്നെ പറഞ്ഞു ഇതിങ്ങനെ ഈ ഒരാഴ്ച കൊണ്ട് ഈ ഒരു റിസൾട്ട് ഇങ്ങനെ വേരിയേഷൻ വരത്തില്ല എന്ന് പറഞ്ഞു. ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ ഒരു വാല്യൂ കിട്ടിയെന്ന് പറഞ്ഞു. എല്ലാ മഹത്വവും കർത്താവിന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിക്ക് ആ കുഞ്ഞിന് കൊടുത്ത വിടുതലിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഇത്രത്തോളം സഹായിച്ചു, അനുഗ്രഹിച്ചു. തുടർന്ന് നമ്മുടെ ദൈവവചനത്തിന് മുമ്പിലാകാൻ പോവുകയാണ്. സ്തോത്രം. കർത്താവിന്റെ ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനുണ്ടല്ലോ, പ്രിയ രമ്യയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽപ്പാൻ, കുടുംബമായി ദൈവത്തെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കേട്ട ദൈവവചനമൊക്കെ തന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള ശുശ്രൂഷകളെ വഹിച്ചുകൊണ്ട് പ്രത്യേകാൽ പ്രിയ സ്തോത്രം ഹല്ലേലൂയ ഗാനങ്ങൾ പാടി നമ്മളെ ആരാധനയിൽ നയിച്ച കർത്താവിന്റെ ദാസനെ കുടുംബമായി ഓർത്ത് ഹല്ലേലൂയ സ്തോത്രം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇന്നത്തെ വചനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പാസ്റ്റർ ജോബ് ടാലിഷ് പ്രാർത്ഥനയിൽ സഹായിച്ചാട്ട്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി കർത്താവിന്റെ പാദപീഠത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ പരിശുദ്ധൻ അവിടെ തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യാൽ രമ്യ സിസ്റ്ററിന്റെ തലമുറയ്ക്ക് ദൈവം കൊടുത്ത ആശ്വാസത്തിനും വിടുതലിനുമായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിനെ അന്വേഷിക്കുന്നവർ, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് ദൈവം ചെയ്യുന്നത് കർത്താവ് ഒരു ഹൃദയത്തിലും അല്ലല്ലോ തോന്നാത്ത വൻ കാര്യങ്ങളെ ദൈവം അവിടുന്ന് പ്രവർത്തിക്കുന്നുവെന്ന് കേൾക്കുന്നതിൽ ഞങ്ങൾ കർത്താവെ ദൈവത്തെ അധികമായി സ്തുതിക്കുവാനും ദൈവത്തോട് അധികമായി അടുത്തു വരുവാനും ഒക്കെ കാരണമാകുന്നല്ലോ. പ്രത്യാൽ കർത്താവെ ഇന്ന് പകൽക്കാലം എല്ലാ ഡേവിസിലൂടെ ഈ മീറ്റിങ്ങിൽ കർത്താവെ കൂടി വരുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വചന ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ആത്മീയ മർമ്മങ്ങളുടെ വാതിലുകൾ സ്വർഗം അവിടുന്ന് തുറന്ന് അഭിഷക്തനെ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഡേവിസിൽ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും കർത്താവ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാൽ കർത്താവെ ദൈവം കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയുന്നു. പ്രത്യേകം ഞങ്ങളിത് ദൈവത്തിന്റെ വചനവും ദൈവിക വിടുതലും ഒക്കെ കണ്ട് ഏറെ ആ ദൈവത്തോട് സ്നേഹവും കർത്താവ് വിശ്വസ്തയുള്ളവരായി കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രേരണ ഉണ്ടാകാൻ തക്കവണ്ണം ദൈവാത്മാവിൽ നിൽക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം. തുടർന്ന് നാം ദൈവവചനത്തിന് മുമ്പിലാകുവാൻ പോവുകയാണ്. ഇന്ന് നമ്മുടെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ മാസ്റ്റർ ബ്ലസൻ ജോർജ്, താൻ ബിസിനസ്സും ജോലിയോടൊക്കെ ബന്ധത്തിൽ വാൻകൂവറിലായിരിക്കുന്നു. വളരെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. ഒരു ദൈവദാസന്റെ മകനും കൂടാണ്. ഇന്ന് പകൽ സ്തോത്രം നമ്മളോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ അവിടെ ലേറ്റ് നൈറ്റ് ആണെങ്കിലും
ദൈവവചനം ശുശ്രൂഷിപ്പാനുള്ള ആ ഒരു തീഷ്ണത തന്നിലുള്ളത് കൊണ്ടാണ് ഇപ്പോഴും താൻ ജോയിൻ ചെയ്തത്. ദൈവം തന്നെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ഇന്നത്തെ വചനം നമുക്ക് ഏവർക്കും അനുഗ്രഹമാകും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. നമുക്ക് വളരെ വാഞ്ചയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബ്ലസൻ ജോർജ്, പ്ലീസ്. താങ്ക് യു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവമക്കളുടെ മധ്യ വന്ന് ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ തക്കോണം ദൈവം ഒരുക്കി തന്ന നല്ലൊരു അവസരത്തോട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യുന്നു. ഞാൻ 2 വരി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും മലയാളം വലിയ വശമില്ലെന്നുള്ളത്. ഞാൻ ലാലു പാസ്റ്ററോട് പറയാം, എനിക്ക് അറിയുന്ന മലയാളത്തിൽ ഞാൻ വന്ന് പ്രസംഗിക്കാം. ഞാൻ ജനിച്ചു വളർന്നത് ആൻഡമാൻ നിക്കോബാറില് ബോംബെയിലുണ്ടായിരുന്നു. അവിടെ എഞ്ചിനീയറിംഗ് ചെയ്തു. കഴിഞ്ഞ 23-24 വർഷമായിട്ട് വാൻകൂവർ പ്രദേശത്തിലായിരിക്കുന്നു. ദൈവം അത്ഭുതമായ ദിശരമായ ദൈവം നടത്തുന്നു. സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ടു അഗാപ്പെ ചർച്ച്. ലാലു പാസ്റ്റർ നടത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട സഭയും ശുശ്രൂഷയോട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ലാലു ബ്രദറോട് കൂടെ ചേർന്ന് ഇന്ന് ഈ മീറ്റിംഗ് വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവം ഒരുക്കി തന്ന നല്ലൊരു അവസരത്തോട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 12-13 വർഷമായിട്ട് ലാലു ബ്രദറെ അറിയാം. പാട്ടുകളും പുള്ളിയുടെ ശുശ്രൂഷകളും വലിയ അനുഗ്രഹമായിരുന്നു കുടുംബത്തിന്. ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാലു ബ്രദർ പറഞ്ഞപ്പം ഒരു കാര്യം പറഞ്ഞു. നെഹമ്യാവ് മതില് പണിഞ്ഞു. പല പരിസന്ധികളും പ്രയാസത്തിൽ കൂടെ ഒക്കെ കടന്നു വന്നിട്ട് ആ ആഗ്രഹം ഒന്നേ ഉള്ളു, ഇടിഞ്ഞു കിടക്കുന്ന മതിലൊന്ന് പണിയണം. അത് പണിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് മലയാളം വായിക്കാനോ എഴുതാനോ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആരെങ്കിലും വായിച്ചൊന്ന് സഹായിക്കണം. മതിൽ പണിഞ്ഞങ്ങോട്ട് കഴിഞ്ഞപ്പോ നെഹമ്യാവ് ദൈവത്തിനോട് പറയുന്ന ഒരു 2-3 കാര്യങ്ങളുണ്ട്. നെഹമ്യാവ് 13-14 വാക്യം ഒന്ന് വായിക്കാമോ? നെഹമ്യാവ് 13-14 വാക്യം നിർത്തി വായിക്കണേ. എന്റെ ദൈവമേ, ഇത് എനിക്കായി ഓർക്കണമേ. ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനും ഇത് എനിക്കായി ഓർക്കണമേ. വായിച്ചോ. ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എന്റെ സൽപ്രവൃത്തികളെ മായ്ച്ചു കളയരുതേ. ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടിയും അതിനുവേണ്ടി ചെയ്ത സർവീസസ് നീ മായ്ച്ചു കളയല്ലേ. ദൈവമേ, നീ ഓർത്തുകൊള്ളണമേ. മനുഷ്യർ മറക്കും കേട്ടോ. മനുഷ്യർക്ക് വേണ്ടി ചെയ്തതെല്ലാം മനുഷ്യർ മറക്കും. ഇന്ന് ദൈവത്തിന് വേണ്ടി ചെയ്തതൊന്നും ദൈവം മറക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് 22-ാമത്തെ വാക്യം അതിന്റെ അവസാനത്തെ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. ലേവ്യരോട് ഞാൻ എന്റെ ദൈവമേ, ഇതും എനിക്കായി ഓർത്ത് നിന്റെ മഹാദയപ്രകാരം എന്നോട് കനിവ് തോന്നണമേ. ദൈവമേ, ഇത് നീ ഓർക്കണം. എന്തുവാ? ഞാൻ പണിഞ്ഞതും ചെയ്തതും നിനക്ക് വേണ്ടിയാ. അത് നീ ഓർക്കണമേ. എന്നിട്ട് നിന്റെ മഹാദയയിൽ എന്നോട് നീ കനിവ് കാണിക്കണമേ. നമുക്കും പറയാൻ അത്രേ ഉള്ളു കേട്ടോ. അതെന്റെ അവസാനത്തെ വാക്യം, അതെന്റെ അവസാനത്തെ 31-ന്റെ അവസാനത്തൊന്ന് വായിച്ചേ. എന്റെ ദൈവമേ, ഇത് എനിക്ക് നന്മയ്ക്കായി ഓർക്കണമേ. എന്റെ ദൈവമേ, നോക്കണേ. നെഹമ്യാവ് ചെയ്തു കഴിഞ്ഞിട്ട് ദൈവത്തിനോട് പറയുന്നത്, ദൈവമേ ഓർത്തുകൊള്ളണമേ. മറക്കാത്തൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ദൈവത്തിനു വേണ്ടി ചെയ്തതെല്ലാം അവിടെ ദൈവം കുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. മനുഷ്യർ മറക്കും, മാറിയിടും. മനുഷ്യരെല്ലാം മറന്നിടും സ്നേഹിതരും. എന്നാൽ മറക്കാത്തൊരുവൻ സ്വർഗത്തിലുണ്ട്. ചെയ്യുന്നതെല്ലാം ദൈവത്തിനു വേണ്ടിയാണെങ്കിൽ ദൈവമേ നീ ഓർത്തുകൊള്ളണമേ, ഓർത്തുകൊള്ളണമേ. എനിക്ക് നീതിക്കായി നീ കണക്കിടണേ. നിന്റെ മഹാദയയിൽ എന്നോട് നീ കനിവ് കാണിക്കണം. ഇന്ന് പകൽക്കാലം ദൈവസ്നേഹത്തെ ആത്മാർത്ഥതയോടൊന്ന് പറയാമോ? ദൈവമേ, ചെയ്തതും നിന്നതും എല്ലാം നിനക്ക് വേണ്ടിയാ. നീ ഒന്ന് ഓർത്തോളണം, മറക്കല്ലേ അപ്പ. മനുഷ്യർ മറന്നോട്ട് കേട്ടോ.
മനുഷ്യരൊന്നും ഓർമ്മിപ്പിക്കാൻ പോണ്ട. എന്ന ദൈവമേ നീ മറക്കല്ലേ. അല്പ നിമിഷത്തിന്റെ ചിന്തയ്ക്കായി, എനിക്കറിയാം സമയം വളരെ മുമ്പോട്ട് പോയി, അല്പനേരത്തിന്റെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് 22 അധ്യായം അതിന്റെ 31, 32 വാക്യം. ലൂക്കോസ് 22, 31, 32. ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ഇത് കർത്താവ് ശീമോനോട് പറയുന്ന കാര്യമാണ്. ശീമോനെ, സാത്താൻ നിന്നെ പാറ്റിക്കളയുവാൻ തക്കോണം അനുവാദം ചോദിച്ചു. എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി but I have prayed for you. എന്തിനാ പ്രാർത്ഥിച്ചെന്നറിയാമോ? ശീമോനെ, നിന്റെ വിശ്വാസം പോയി കൊടുക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയുന്നേ, നിനക്കൊരു മടങ്ങിവരവുണ്ട്. when you have turned back, ഇംഗ്ലീഷിൽ പറഞ്ഞ when you have turned back, നിനക്കൊരു മടങ്ങിവരവുണ്ട്. വന്നതിന് ശേഷം നിന്റെ സഹോദരന്മാരെ നീ ബലപ്പെടുത്തിക്കൊള്ളണം. strengthen your brothers. ഇത് നമ്മൾ പല ഭാഗമായിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ചിന്തിച്ചു നോക്കാം. പറയുന്നത്, ശീമോനെ, നിന്നെ പാറ്റിക്കളയുവാൻ തക്കോണം സാത്താൻ അനുവാദം ചോദിച്ചു. എന്റെ കൊച്ചുനാള് ഞാൻ ഞാൻ ആൻഡമാൻസിൽ ജനിച്ചു വളർന്നവനാ. അപ്പം നാട്ടിലെ പുഴുക്കലരിയോ കുത്തരിച്ചോറൊന്നും ആൻഡമാൻസിൽ കിട്ടത്തില്ല. അവിടെ കിട്ടുന്നത് പച്ചരിയാ. അന്നത്തെ കാലം അമ്മ ഈ മുറത്തിനകത്ത് ഈ പച്ചരി ഇട്ടുകൊണ്ട് രാവിലെ ആകുമ്പം വെളിയിലോട്ട് ഇറങ്ങും. വെളിയിറങ്ങിയ മുറത്തെ കിടക്കുന്ന ഈ പച്ചരി എടുത്തിട്ട് ഒന്ന് കുടഞ്ഞ് മേളിലോട്ടൊന്ന് പാറ്റും. സൈഡിലോട്ടൊക്കെ ഒന്ന് ആറ്റി മേളിലോട്ടൊക്കെ ഒന്ന് എറിഞ്ഞ് ഒരു 30 സെക്കൻഡ്, 1 മിനിറ്റോളം ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുള്ള പൊടിയും തവടും എല്ലാം വീഴും കേട്ടോ. അത് ഒരു 30 സെക്കൻഡ് ഉള്ളു. പക്ഷെ നല്ലൊരു വിഗറസ്, എന്തുവെന്ന് പറയുന്നത്, നല്ല ഒരു കുലക്കവും ഒരു ഏറിയലും എല്ലാം ഉണ്ട് അതിനകത്ത്. ശീമോനെ, ഇങ്ങനെ നിന്നെ പാറ്റിക്കളയുവാൻ തക്കോണം സാത്താൻ വന്ന് അനുവാദം ചോദിച്ചു. എന്നിട്ട് കർത്താവ് പറയുന്നത്, നിന്നെ അതിൽ കൂടെ പോവാതിരിക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്, എന്നാൽ നീ അതിൽ കൂടെ പോകും. എന്നാൽ കഷ്ടത പ്രയാസമൊന്നും അല്ല വല്ലത്, എന്നാൽ നിന്റെ വിശ്വാസമാ വല്ലത്. നിന്റെ വിശ്വാസം പോയി കൊള്ളാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി കാലം ദൈവമക്കളെ, പല പ്രയാസങ്ങളുണ്ട് കേട്ടോ, പല പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ഇങ്ങനെ പാറ്റുന്ന അനുഭവങ്ങളുണ്ട് കേട്ടോ, മേളിലോട്ട് വലയുന്ന അനുഭവങ്ങളുണ്ട്. എന്തുവാ ഇത്? തിരമാലകള് പിടിച്ച് ശിഷ്യന്മാര് പടകിൽ കിടക്കുക. കർത്താവ് പടകിൽ ഇങ്ങനെ ഇരിക്കുക, വിഷാനം മൂലം അങ്ങോട്ട് അടിച്ചു. കർത്താവ് കിടക്കുക. ശിഷ്യന്മാര് ചോദിക്കുന്നൊരു വാചകമുണ്ട്, എന്തോന്നറിയാമോ? വാക്കുണ്ട്, ദൈവമേ കർത്താവ്, നിനക്കൊരു വിചാരമില്ലേ? ഇല്ലേ? ഈ പടകിൽ ഇങ്ങനെ കാറ്റും തിരമാലകളും ഇങ്ങനെ അടിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇതിങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ നമ്മളും ചോദിച്ചിട്ടുണ്ട്, കർത്താവേ നിനക്കൊരു വിചാരമില്ലേ? നീ ഇത് കാണുന്നില്ലേ? ഇവിടെ ശീമോനോട് പറഞ്ഞു, ഈശാനമൂലം അടിക്കത്തില്ലെന്നല്ല, പ്രശ്നങ്ങളില്ല, കാറ്റെന്നില്ല, അതെല്ലാം അടിക്കും, ഇതെല്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ശീമോന്റെ വലുതെന്തോന്നറിയാമോ? നിന്റെ വിശ്വാസം പോകാൻ, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയുന്നത്, നിനക്ക് ഒരു മടങ്ങിവരവുണ്ട്. മടങ്ങി വന്നിട്ട് നീ നിന്റെ സഹോദരന്മാരെ ബലപ്പെടുത്തും. നമുക്കൊന്ന് ഇതൊന്ന് ചിന്തിച്ചു നോക്കാം. ഇതെങ്ങനെ ഇത് വിൽ ബ്രേക്ക് ഇറ്റ് ഡൗൺ, ഡിവൈഡ് ചെയ്ത് നമുക്ക് നോക്കാം ഇതെങ്ങനെ ഇത് സംഭവം എന്നുള്ളത്. നമ്മൾ വായിക്കുന്ന പെസഹ ആചരിക്കാൻ കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു. അവരെല്ലാരും വന്നു, 12 ശിഷ്യന്മാരും കർത്താവും വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുക.
കർത്താവ് സപ്പർ ഡിന്നർ എടുത്തു, അപ്പം എടുത്തു, പാനപാത്രം എടുത്തു, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുന്നു. ഇതങ്ങോട്ട് കേട്ടുടനെ ഇവർക്ക് ആദ്യം ഒരു വിഷമം ഉണ്ടായി. അയ്യോ, നമ്മളാണോ ഇത് ചെയ്യാൻ പോകുന്നത്? നമ്മളാണോ ഇത് ഒറ്റിക്കൊടുക്കാൻ പോകുന്നത്? ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി, ആരായിരിക്കും ഇത്? ഇതിങ്ങനെ സംസാരിച്ച ആദ്യം ഒരു വിഷമം, ഇത് പിന്നെ ആരായിരിക്കും എന്നുള്ള ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി. 24-ാമത്തെ വാക്യം വായിക്കുന്നു. പിന്നെ അതൊരു ഷണ്ടയായിട്ട് മാറി, ഒരു ഡിസ്പ്യൂട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ചോദിക്കുക, എന്തുവാന്നറിയാമോ, നമ്മളിൽ വലിയവൻ ആര്? കർത്താവ് പറഞ്ഞ നിങ്ങൾ ഒരുത്തിന് തന്നെ ഒറ്റിക്കൊടുക്കുന്ന. ഇവിടെ ആദ്യം വിഷമം, പിന്നെ പ്രശ്നം എന്തെന്നറിയാമോ, നമ്മളിൽ വലിയവൻ ആര്? ഇത് കേട്ടിട്ട് കർത്താവ് അവർക്ക് കൊച്ചൊരു പഠനം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങള് ശുശ്രൂഷ ചെയ്യുന്ന ഹു ആർ സെർവൻസ്, ശുശ്രൂഷകന്മാരായിട്ട് ഇരിക്കുന്നവരാ ശ്രേഷ്ഠന്റെ കർത്താവ്. എന്നിട്ട് അതിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 29-ഉം 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരും. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. കേട്ടോണേ. അപ്പം ദാസന്മാരാവുക എന്നെല്ലാം പഠിപ്പിച്ചിട്ട് പിന്നെ കർത്താവ് അവരോട് പറയുന്നത്, എന്റെ പിതാവ് എനിക്ക് ഇത് തന്നതുപോലെ, ഒരു കിങ്ഡം തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് ഇത് നിയമിച്ചു തരുന്നു. എന്നിട്ട് നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയെങ്കിൽ തിന്നു കുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. കേട്ടോണേ, ശിഷ്യന്മാർ ഇത് കേൾക്കുക. എന്തുവാ? രാജ്യം സ്ഥാപിക്കും. ആ രാജ്യം സ്ഥാപിച്ച് നിങ്ങൾക്ക് ഞാൻ ആ രാജ്യം തരും. എന്നിട്ട് എന്തുവാ? നിങ്ങള് ആന്റെ മേശമേൽ അവിടെ ഇരുന്ന് നിങ്ങൾ കഴിക്കും. എന്നിട്ട് എന്തുവാ? നിങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കും. സിംഹാസനത്തിൽ ഇരിക്കുക മാത്രമല്ല, നിങ്ങള് ഗോത്രങ്ങളെ ന്യായം വിധിക്കുകയും ചെയ്യും. ശിഷ്യന്മാർക്ക് എന്തോ പത്രോസിന് ഇതൊക്കെ കേട്ടപ്പം ആവേശം അങ്ങോട്ട് സഹിക്കാൻ വയ്യ കേട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്യാൻ പോവാ. എന്താണെന്നറിയാമോ? ഇവിടുത്തെ രാജ്യത്തിന്റെ കുറിച്ചുള്ള ചിന്തയാ. ഇവിടുത്തെ ഈ രാജ്യം, അവരുടെ ചിന്ത അങ്ങോട്ട് പോകുന്നില്ല. പത്രോസിന് ഇതെല്ലാം കേട്ടപ്പം പത്രോസിനൊരു ആവേശം, രാജ്യം കിട്ടാൻ പോകുന്നു. അവിടെ ഇരുന്ന് ഞാൻ ആ മേശയിലിരുന്ന് കഴിക്കുകയും കുടിക്കുകയും ചെയ്യും. എന്നിട്ട് അവിടുത്തെ സിംഹാസനത്തിലിരിക്കും. സിംഹാസനത്തിൽ ഇരിക്കുക മാത്രമല്ല, ഗോത്രങ്ങളെ ഞാൻ ന്യായം വിധിക്കുകയും ചെയ്യും. ഇത് കേട്ടാൽ ആരൊക്കെ വരാത്തത് സന്തോഷം അല്ലേ? നമ്മളോട് ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തോ സന്തോഷമായിരിക്കും. ഇതൊക്കെ കേട്ട് പത്രോസ് അങ്ങനെ ആവേശത്തോടെ ഇരിക്കുമ്പോഴാ കർത്താവ് പറഞ്ഞ, പത്രോസേ, നിന്നെ പാറ്റിക്കളയാൻ തക്കോണം സാത്താൻ അനുവാദം ചോദിച്ചു. നിന്റെ വിശ്വാസം പോയിപ്പോക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതൊക്കെ കേട്ടപ്പം പത്രോസിന് ഒരു വിഷമം. ഇതെന്തു ഈ കർത്താവ് പറയുന്നത്? അപ്പൊ 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുക, പത്രോസ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പത്രോസ് എന്താ പറയുന്നത്? 33-ാമത്തെ വാക്യം, കർത്താവേ, ഞാൻ നിന്നോട് കൂടെ തടവിലാകുവാനും മരിക്കുവാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ നിന്റെ കൂടെ തടവിൽ പോവാനും മരിക്കാനും റെഡിയാ. എന്തിനും റെഡിയാ. ഇത് നോക്കണേ, പത്രോസിന്റെ ഇമോഷൻസ്, എന്ത് പറയുന്ന വികാരങ്ങൾ ഇങ്ങനെ പോവാ. ഭയങ്കര സന്തോഷം. ഇത് കേൾക്കുമ്പോ പിന്നെ ഞാൻ തടവിൽ പോകാൻ റെഡി, ഞാൻ മരിക്കാൻ റെഡി, എല്ലാം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എന്തും ചെയ്യാൻ റെഡിയാ. ഞാൻ എനിക്ക് വേണ്ടി മരിക്കാനും റെഡിയാ. ആവേശം കൂടുമ്പോ നമ്മൾ ഇതിന്റെ അപ്പുറവും പറഞ്ഞു കേട്ടോ. നമ്മൾ ഇതിന്റെ അപ്പുറവും പറയും. അപ്പൊ 34-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പം കർത്താവ് അതിൻ്റെ ഒരു മറുപടി പറയുന്നു. അതിന് അവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും മുൻപേ ഇന്ന് കോഴി കൂവുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പത്രോസേ, നീ മരിക്കാനും റെഡി,
തടവി പോകാനും റെഡി. എന്നെ ഇന്ന് രാത്രി 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. ഇങ്ങനെ ആ ആവേശത്തിന്റെ ഇതിലങ്ങ് നിൽക്കൂ കേട്ടോ. അന്നേരം പറയുന്നത്, ഇന്ന് രാത്രി നീ കോഴി മുമ്പി നീ എന്നെ തള്ളി കളയും. ഇത് കൂടുതൽ തളർത്തിക്കളയാൻ വേറെ എന്തെങ്കിലും വേണോ? നമ്മുടെ ഈ ആവേശത്തിന് കർത്താവിന്റെ ഇന്ന വാക്കേൽക്കുമ്പം നമുക്കറിയാം അതിന്റെ സംഭവം നമുക്കറിയാം. ശീമോൻ പത്രോസ് കർത്താവിനെ ഇവരെ പിടിച്ചുകൊണ്ട് റോമർ പടയാളികളെ പിടിച്ചു വിസ്തരിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പം കർത്താവിന്റെ ശിഷ്യന്മാരെല്ലാരും ഓടിപ്പോയി, ആരും നിന്നില്ല. എന്നാ പത്രോസിന്റെ ആ സ്നേഹം ഓർത്തോണേ, പത്രോസ് കർത്താവിന്റെ പിന്നാലെ പോയിട്ടോ. അവനറിയണം അവനെ വിളിച്ചവനെ എന്തുവാ സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു ധൈര്യവും ഒരു ഇതൊക്കെ ഉണ്ടായോണ്ടാ പത്രോസ് പോയി. അല്ലെങ്കിൽ ബാക്കി എല്ലാവരും പേടിച്ച് ഓടിച്ചതുപോലെ പത്രോസും പേടിച്ച് ഓടിപ്പോയിരുന്നു. പത്രോസ് പോയില്ല കേട്ടോ. പത്രോസ് കർത്താവിന്റെ പിന്നാലെ പോയി. എന്തോ സംഭവം ഒന്ന് കാണാൻ, എന്തോ നടക്കാൻ പോകുന്നതെന്ന് പത്രോസിന് അറിയണം. എന്റെ നാഥൻ എന്തോ ചെയ്യാൻ പോകുന്നതെന്നൊന്ന് അറിയണം കേട്ടോ. എല്ലാരും വിട്ടിട്ട് പോയിട്ടും പത്രോസ് അവിടെ പോയിട്ട് നമ്മൾ അതിന്റെ 54-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് ആ സെറ്റപ്പ് ഒന്ന് കാണാം കേട്ടോ. അകത്ത് കർത്താവിനെ അവര് കൊണ്ടുപോയി. അവർ അവനെ പിടിച്ചു മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിൻചെന്നു. അവൻ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിലിരുന്നു. അവൻ പത്രോസ് നമുക്കറിയുന്ന വാക്യങ്ങളാ. പത്രോസും വന്ന് അവിടെ നിന്ന് കേട്ടോ. ഇവര് അകത്ത് കർത്താവിനെ വിസ്തരിക്കാൻ തുടങ്ങി, ചോദ്യങ്ങൾ തുടങ്ങി കേട്ടോ. അപ്പൊ ഒരു കൊച്ചു പെണ്ണ്, ഒരു ബാല്യക്കാരി പെണ്ണ് അവിടെ വന്ന് കർത്താവിനോട് പത്രോസിനെ നോക്കിയിട്ട് പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ദിസ് മാൻ വാസ് വിത്ത് ഹിം, ഇവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാക്ക്. പത്രോസ് ഇത് കേട്ടിട്ട് എനിക്ക് അവനെ അറിഞ്ഞുകൂടാ. ഈ ഡിനൈഡ്, സ്ത്രീയെ എനിക്ക് അവനെ, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന വുമൻ, ഐ ഡോണ്ട് നോ ഹിം, എനിക്ക് അവനെ അറിഞ്ഞുകൂടാ. കുറച്ചു നേരം കഴിഞ്ഞപ്പം അടുത്തൊരു മനുഷ്യൻ വന്ന് അവനോട് ചോദിക്കുന്നത്, സോ ഹിം സെഡ്, യു ആർ ഓൾസോ വൺ ഓഫ് ദം. മാൻ ഐ ആം നോട്ട്. പത്രോസ് പറഞ്ഞ ഞാനല്ല, ഞാൻ അവരോട് അല്ലായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം തെളിയിപ്പ. ആൻ അവർ ലേറ്റർ, 1 മണിക്കൂർ കഴിഞ്ഞപ്പോ നോക്കണേ, 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞ് പത്രോസ് അവിടെ നിൽക്കുക. ഇതുവരെ പോയിട്ടില്ല. ഈ 2 പേര് ചോദിച്ചിട്ടും പത്രോസ് അവിടെ ധൈര്യമായിട്ട് നിൽക്കുക കേട്ടോ. 3-ാമത്തെ പ്രാവശ്യം പത്രോസിനോട് അവർ ചോദിച്ചു, ദിസ് ഫെലോ ഈസ് വിത്ത് ഹിം. അതിന്റെ 59-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഏകദേശം 1 മണി നേരം കഴിഞ്ഞപ്പോൾ വേറൊരുവൻ, ഇവനും അവനോട് കൂടെ ആയിരുന്നു സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. അപ്പോൾ കർത്താവ് ഒരു മിനിറ്റ് അവൻ സംസാരിച്ചോണ്ടിരുന്നപ്പം തന്നെ എന്തോ സംഭവിച്ചേ? കോഴി കൂകി. കോഴി കൂവി. പകൽ എന്തുവരുന്ന കർത്താവ് പറഞ്ഞിരുന്നേ? ഇന്ന് കോഴി കൂവുമ്പോൾ നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പഴം. കോഴി കൂവി. എന്നിട്ട് വായിച്ചോ. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഇന്ന് കോഴി കൂവും മുമ്പേ വായിച്ചോ. ഇന്ന് കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. ഇതൊക്കെയാണ് ഈ ഭാഗം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. കോഴി കൂവിപ്പം പത്രോസിനൊന്നും ഉണ്ടായില്ല. അവൻ അവിടെ തന്നെ നിന്നു കേട്ടോ. എപ്പോഴൊരു തിരിച്ചറിവ് വന്നെന്നറിയാമോ? അകത്ത് നിന്ന കർത്താവ്, പുറത്ത് കോഴി കൂവിപ്പോൾ കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കി പത്രോസിനെ. പത്രോസിനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഒറ്റ നോട്ടം കൊണ്ട് പത്രോസിന്റെ ഉള്ള തകർന്നു കേട്ടോ. അവന്റെ കുറ്റബോധം അവനുണ്ടായി. അവൻ ചെയ്ത തെറ്റവന് മനസ്സിലായി. പകല് പറഞ്ഞ കാര്യം അവൻ ഓർത്തു. ഇപ്പോഴും ഓർത്തില്ല. എന്ന കർത്താവ്, അകത്ത് നിന്ന കർത്താവ്
തിരിഞ്ഞൊന്ന് നോക്കി പത്രോസിനെ. നോക്കിയപ്പോഴാ പത്രോസിന് മനസ്സിലായത്, അയ്യോ ഞാൻ തള്ളി പറഞ്ഞേ എന്റെ പിതാനാഥനെ. അവനവിടെ നിൽക്കാനൊത്തില്ല കേട്ടോ. പുറത്തോട്ടിറങ്ങി ഓടി നിലവിളിച്ച് കരച്ചിൽ തുടങ്ങി. ഇന്ന് പകൽക്കാലം നമ്മൾ ചെയ്ത തെറ്റും ഒരു കുറ്റബോധമില്ലാതെ നടക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അവന്റെ സന്നിധാനത്തിൽ നമുക്ക് പറയാം, നാഥാ നിന്റെ മുഖം നമ്മളോടൊന്ന് തിരിക്കണേ. നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നറിയാമോ? നിന്റെ മുഖശോഭം ഒന്ന് കാണട്ടെ, നിന്റെ തേജസ് ഒന്ന് പ്രകാശിക്കട്ടെ, നിന്റെ അനുഗ്രഹം ഒന്ന് വരട്ടെ, എന്റെ ഭാരങ്ങൾ, എന്റെ പ്രയാസങ്ങളൊന്ന് മാറട്ടെ. ഇതാ നമ്മുടെ പ്രാർത്ഥന. എന്ന് ഇന്ന് പകലൊന്ന് പറയാമോ, ആ ഒറ്റ നോറ്റം എന്റെ കുറവുകളെ ഒന്ന് കാണിച്ചു തരട്ടെ, എന്റെ കുറവുകളെ ഒന്ന് വെളിപ്പെടുത്തി തരട്ടെ, എന്റെ തെറ്റുകളൊന്ന് വെളിപ്പെടുത്തി തരട്ടെ. എനിക്ക് ആ ഒരു നോട്ടം. റോമറിലൊരു വാക്യത്തില് ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു വാക്യമുണ്ട്, ഇറ്റ് ഈസ് ദ കൈൻഡ്നെസ് ഓഫ് ഗോഡ് ദാറ്റ് ലീഡ്സ് യു റിപ്പന്റൻസ്. അവന്റെ മഹാദയല്ലേ നമ്മളെ അനുതാപത്തിലേക്ക് നടത്തുന്നത്. അല്ലേ അവന്റെ ആ സ്നേഹമല്ലേ നമ്മൾ അനുതാപത്തിലേക്ക് നടത്തുന്നത്. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, പോകുന്ന വഴി കോഴി കൂവിയാലും എന്തെല്ലാം ആയാലും ഇതിനൊന്നും നമുക്കൊരു പങ്കും ഇല്ലെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കും കേട്ടോ. എന്നാൽ ഇന്ന് പകലൊന്ന് പറയാമോ, ദൈവമേ എന്റെ കുറവുകൾ, ഞാൻ ചെയ്തിരിക്കുന്ന തെറ്റുകളൊന്ന് തിരിച്ചറിയണമെങ്കിൽ നിന്റെ മുഖം ഒന്ന് തിരിക്കാമോ, ഒന്ന് തിരിക്കാമോ? അവന്റെ സ്നേഹത്തിന് മുമ്പ് എത്ര കടിഞ്ഞ ഹൃദയമായാലും അലിഞ്ഞു പോകും കേട്ടോ. ഇന്ന് രാത്രി അവന്റെ സ്നേഹത്തിൽ നിൽക്കാനൊക്കത്തില്ല, നിലവിളിച്ച് കരയാം. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, അനുഗ്രഹം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, ഉറപ്പിക്കണം. ആ കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ പോകും അവന്റെ കൂടെ. അതിനുവേണ്ടി എന്നെ ഒന്ന് ഒരുക്കണം. അതിനുവേണ്ടി എന്നെ ഒന്ന് ഒരുക്കണം. God turn your eyes towards me. അവിടുന്ന് ആ കുറ്റബോധം കൊണ്ട് അവിടുന്ന് ഓടി കേട്ടോ. എന്നിട്ട് കർത്താവ് എന്ത് പറഞ്ഞെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി, പത്രോസ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എവിടെ ഈ പ്രാർത്ഥന? I have prayed for you. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ബുക്ക് ഓഫ് ജോൺ, യോഹന്നാൻ 17-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, the high priestly prayer. പ്രാർത്ഥന, കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 17:9. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അടുത്തത്, എന്റേത് എല്ലാം നിന്റേതും നിന്റേത് എന്റേതുമാകുന്നു, ഞാൻ അവരിൽ മഹത്വപ്പെട്ടും ഇരിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥന നോക്കണേ. എന്റേത് നിന്റേത്, നിന്റേതും എന്റേതും, ഞാൻ ഇവർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് 12-ാമത്തെ വാക്യം, അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ച് തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് I protected them. ഞാൻ അവരെ കാത്തു. I have kept them safe. ആ പ്രാർത്ഥന കേട്ടോ നിലനിൽക്കിയത് ശിഷ്യന്മാരെ. എന്നിട്ട് ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമാണോ? അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, I also pray for those who will believe me through their message. ആർക്ക് വേണ്ടി അപ്പൊ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചേ? നമുക്ക് വേണ്ടിയും കൂടാ. നമ്മൾ ജനിക്കുന്ന മുമ്പ്
നമ്മുടെ അപ്പനും അമ്മയും ജനിക്കും മുമ്പേ, നമ്മുടെ അപ്പച്ചമ്മച്ചി വല്യപ്പച്ചമ്മച്ചിമാർ ജനിക്കും മുമ്പേ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. ഐ പ്രേഡ് ഫോർ യു. പത്രോസിനോട് പറയുമ്പോൾ ഐ പ്രേഡ് ഫോർ യു. പത്രോസെ, നിനക്ക് വേണ്ടി മാത്രമല്ല, ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടി ആ പ്രാർത്ഥന അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ വായിച്ചോ, അത് 22. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. 26. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. നോക്കണേ, ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന. ദൈവമക്കളെ, ഇന്ന് നിൽക്കുന്നത് കൃപയിലെ ആ പ്രാർത്ഥനയുടെ മുഖാന്തരം കേട്ടോ. ഇന്ന് നമ്മൾ നിലനിർത്തിയിരിക്കുന്നത്, കൊണ്ടുവന്നതും. He says, I have protected you, I have kept you safe. നിന്നെ കാത്തു സൂക്ഷിച്ചതും എന്നെ നിർത്തിയതും. സാത്താൻ അനുവാദം ചോദിച്ചെങ്കിലും നമ്മളെ നിർത്തിയിരിക്കുന്നത് ആ പ്രാർത്ഥനയുടെ മൂലം. അല്ലേ? പത്രോസ് ഇങ്ങനെ ഈ പ്രാർത്ഥന തള്ളിപ്പറഞ്ഞു, കുറ്റബോധമുണ്ട്, ഇതെല്ലാം ചെയ്തു. ഇതിലിങ്ങനെ നടന്നപ്പം എന്ത് ചെയ്യും? പത്രോസിന് ആ കുറ്റബോധ. കർത്താവിനെ ക്രൂശിച്ചു, എന്നിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് പത്രോസ് ഈ കുറ്റബോധം കൊണ്ട് നടക്കുക. എന്തുവാ? കർത്താവിനെ തള്ളിക്കളഞ്ഞെന്നുള്ളത്. ഇതൊരു റെസ്റ്റോറേഷൻ വേണ്ടായോ? ഇത് ഒരു മടങ്ങിവരവ് വേണ്ടായോ? ഇതൊരു തിരിച്ചുവരവ്. അന്നത്തെ എഴുതിയിട്ട് നമ്മൾ വായിച്ച വാക്യം എങ്ങനെ? പത്രോസ്, നിനക്കൊരു മടങ്ങിവരവ്. ഈ മടങ്ങിവരവ് എങ്ങനാ? എപ്പോഴാ? പത്രോസ് ഇത് കൊണ്ടു നടക്കുമല്ല. അയ്യോ, ഞാൻ എൻ്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞേ. ഇത് കൊണ്ടു നടക്കുക. യോഹന്നാൻ അധ്യായം അതിന്റെ 21 യോഹന്നാൻ ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 21 അതിൽ വരുമ്പം നമുക്കവിടെ കാണാം, അതിന്റെ 15ാമത്തെ വാക്യം മുതൽ കാണാം, ജീസസ് റീഇൻസ്റ്റേറ്റ്സ് പീറ്റർ. പത്രോസിന്റെ മടങ്ങി വരും നമുക്കവിടെ കാണാം. എങ്ങനെയാണെന്നറിയാമോ? രാത്രി മുഴുവൻ പത്രോസിന് അറിയുന്ന ഒറ്റ പണിയുള്ളായിരുന്നു. എന്തുവാ? മീൻ പിടിക്കാൻ ഇല്ലേ? അവൻ അറിയുന്നേ കർത്താവിനെ ക്രൂശിച്ചു, കർത്താവ് മരിച്ചു. ഇപ്പൊ അറിയുന്ന ഒരു പണിയുള്ള മീൻ പിടിക്കാൻ. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു, ഒന്നുമില്ല. നമുക്ക് ആ കഥ അറിയാം. കുറച്ച് കഴിഞ്ഞപ്പോ ഇവര് മീനും പിടിച്ച് ഇങ്ങോട്ട് വന്നപ്പം ആ കര നിപ്പുണ്ട് കർത്താവ്. കുറച്ച് മീനും ചുട്ട അപ്പവുമായിട്ട് അവിടെ കാത്തിരിക്കും. ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, കം ഫ്രണ്ട്സ്, കം, വന്ന് ലെറ്റ്സ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, കഴിക്കാമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവിടെ വന്നിരുന്നു കേട്ടോ. ഇരുന്നിട്ട് അതിന്റെ 15ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അവർ പ്രാതൽ കഴിച്ച ശേഷം ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കുകയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നുവെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, ഇതാ നമ്മൾ കാണുന്ന അതൊന്ന് ആ സെറ്റപ്പ് ഒന്ന് ചിന്തിച്ചു നോക്കണേ. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ക്ഷീണിച്ച്, ഒന്നും കിട്ടാതെ വന്നിരുന്നു. കർത്താവിന്റെ വാക്ക് കേട്ടു, വല വീശി, മീൻ കിട്ടി. രാവിലെ അവിടെ നിന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോ കർത്താവിനറിയാം പത്രോസിന്റെ ഉള്ളിൽ നന്നായിട്ട്.
പത്രോസ് ആ കുറ്റബോധം കൊണ്ട് നടക്കുക എന്നുള്ളത് കർത്താവിനറിയാം. പത്രോസിന് അവിടെ ഇരിക്കുമ്പോൾ ആ ഒരു കുറ്റബോധം ഉണ്ട്, അയ്യോ ഞാൻ തെറ്റ് ചെയ്തല്ലോ, ഞാൻ കുത്തിപ്പറഞ്ഞല്ലോ എന്നുള്ള. ഇതൊരു ഒരു ഒരു റീഇൻസ്റ്റേറ്റ്മെന്റ് ആവണ്ടായോ, മടങ്ങിയവരോ വേണ്ടായോ? കർത്താവ് പത്രോസിനോടൊരു ചോദ്യം ചോദിച്ചു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നു? പത്രോസ് പറഞ്ഞു, അന്ന് കർത്താവേ യെസ്. രണ്ടാമത് ചോദിച്ചു, മൂന്നാമത് ചോദിച്ചു, പത്രോസ് നീ ഇവരെക്കാളും എന്നെ സ്നേഹിക്കുന്നു? പത്രോസ് പറഞ്ഞു, കർത്താവേ എല്ലാം നീ അറിയുന്നു. പത്രോസേ നീ 3 പ്രാവശ്യം എന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ, തള്ളിപ്പറഞ്ഞെങ്കിൽ 3 പ്രാവശ്യം നിന്നോട് ആ ചോദ്യം ചോദിക്കും. 3 പ്രാവശ്യം നിന്നോട് ആ ചോദ്യം. ആ ചോദ്യത്തിന് 3-ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ പത്രോസ് തകർന്നുപോയി കേട്ടോ. പറഞ്ഞു, കർത്താവേ നീ എല്ലാം അറിയുന്നു. ഇന്ന് രാത്രികാലം ഈ ദൈവവചനം കേൾക്കുന്ന ദൈവജനത്തോട് കർത്താവ് ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ പത്രോസിന്റെ പേര് മാറ്റിയിട്ട് നിങ്ങളുടെ പേര് കൂട്ടിച്ചേർക്കും. കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു? അതിന്റെ മറുപടി എന്തുവാ? All Christ wants this morning is that reinstatement. ആ മടങ്ങി വരവെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയി, ആ വീട് വിട്ടുപോയി, അലഞ്ഞു, പലയിടത്തും പോയി. എന്നാ പിതാവ് കൈവീഴ്ച ഇങ്ങനെ നിരിക്കും, എന്റെ മകൻ മടങ്ങി വരും, എന്റെ മകൻ മടങ്ങി വരും. പത്രോസേ നീ സ്നേഹിക്കുന്നു? അതിന് മറുപടി അവസാനത്തെ ഒന്നേ ഉള്ളൂ, ഇതിനെനിക്ക് മറുപടിയില്ല, സകലവും നീ അറിയുന്നല്ലോ, സകലവും നീ അറിയുന്നല്ലോ. പത്രോസ് മടങ്ങി വന്ന്, എന്റെ മുമ്പിൽ സമയമില്ല, 5 മിനിറ്റിനകത്ത് നിർത്താം. പത്രോസ് ആ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി എന്നൊരു റീഇൻസ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു, നീ നിന്റെ സഹോദരന്മാരെ ബലപ്പെടുത്തുക. എങ്ങനാ? ഒരു മടങ്ങി വരൊക്കെ കഴിഞ്ഞപ്പം കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് അവരോടൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? നാളെ നീ കാത്തിരിക്കുക, പരിശുദ്ധാത്മാവ് വരും. അവർ കാത്തിരുന്നു. നമുക്കറിയാം പെന്തക്കോസ്ത് നാളിൽ ആത്മാറവോടെ എഴുന്നേറ്റു. എന്നിട്ട് അഭിഷേകത്താൽ നിറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 40-41 വാക്യം ഒന്ന് വായിക്കാമോ? മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. പത്രോസേ, നിൻ മടങ്ങി വന്നു കഴിഞ്ഞിട്ട് നീ നിന്റെ സഹോദരന്മാരെ ബലപ്പെടുത്തുവാന്ന് പറഞ്ഞപ്പോൾ ബലപ്പെടുത്തുവാൻ ഒന്നേ ഉള്ള ഒരു ആത്മാഭിഷേകം, ആത്മനിറവ്, പരിശുദ്ധാത്മാവ് നിറവ്. അത് വന്നു കഴിഞ്ഞാൽ നിന്റെ സഹോദരന്മാരെ നീ ബലപ്പെടുത്തും. ഇതാ സഹോദരന്മാരെ ബലപ്പെടുത്താൻ എഴുന്നേറ്റ് നിന്ന് ആദ്യത്തെ പ്രസംഗം അങ്ങോട്ട് നടത്തിയപ്പോൾ 3000 പേരെ ബലപ്പെടുത്തി ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമുക്ക് അതിന്റെ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. എന്നാൽ വചനം മൂന്നും നാലും അവരെ പിടിച്ചു വൈകുന്നേരം ആകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. പത്രോസും യോനാനും പിടിച്ച് തടവിലാക്കിയിട്ട് അവിടെ ഇട്ടിരിക്കുക. എന്നാൽ വചനം കേട്ടവർ എത്ര പേരാ വന്നത്? 5000 പേര്. ആദ്യം 3000, ഇപ്പൊ 5000 ബലപ്പെടുത്തി ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് 5-ാമത്തെ വാക്യം, 5-ഉം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 5-ഉം 6-ഉം 7-ഉം വായിച്ചേ. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിൽക്കണേ. അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ട്? ഒന്നും കൂടെ വായിച്ച് 5-ാം വാക്യം ഒന്നും കൂടെ വായിച്ച്. ആരൊക്കെ ഉണ്ട് അവിടെ? മൂപ്പൻ യെരൂശലേമിൽ ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും
അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവർ ഉണ്ടായിരുന്നു. എന്നിട്ട് 7ാമത്തെ വാക്യം, ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏതു നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. അവിടെ നിൽക്കട്ടെ കേട്ടോ, അവിടെ നിൽക്കട്ടെ. ഈ സെറ്റപ്പ് നമ്മൾ മുമ്പേ കണ്ടതാ. എവിടാന്നറിയാമോ? കർത്താവിനെ വിസ്തരിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോയപ്പോൾ ഈ പ്രമാണിമാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അന്നാസും കയ്യപ്പാസും എല്ലാരും ഇരുന്നിങ്ങനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുമ്പം ആര് വിളി നിപ്പുണ്ട്? പത്രോസ് വിളി നിപ്പുണ്ട്. ഇവരുടെ മുമ്പാകെ ഈ ചോദ്യം ചോദിച്ചപ്പം പത്രോസ് അവിടെ ഒന്ന് തെള്ളിപ്പറഞ്ഞതാ. ഇപ്പം ഈ പ്രമാണിമാരും പള്ളിപ്രമാണിമാരും ഈ മൂപ്പന്മാരും ഇവരുടെ മുമ്പാകെ തന്നെ പത്രോസിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം ഇപ്പം. എന്നാൽ അന്ന് തള്ളിപ്പറഞ്ഞെങ്കിലും ഇപ്പം നോക്കിയപ്പോൾ ഇവനൊരു വ്യത്യാസമുണ്ട്. ഇവൻ ഇപ്പം തള്ളിപ്പറയുന്നില്ല. ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഏത് ശക്തി ഏത് ബലത്താല ഇവിടെ നിൽക്കുന്നത്? ദൈവമക്കളെ, ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ കേട്ടോ. ആത്മനിറവ് വന്നാൽ, അഭിഷേകം വന്നാൽ, അഭിഷേകത്തിന് നന്മ നടന്നാൽ പഴയ പത്രോസ് അല്ല, പിന്നെ അടുത്ത പത്രോസ് കേട്ടോ. എവിടെ നിന്ന് സാക്ഷീകരിക്കാനുള്ള ഒരു ബലവും ശക്തിയും നമുക്ക് തരും. നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവം പരിശുദ്ധാത്മാവിനെ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ. ദൈവമേ, ഒരു പുത്തൻ അഭിഷേകത്താൽ നടക്കണം, പുത്തൻ അഭിഷേകം. ആ ബലവും ശക്തിയാൽ എന്നെ നിറക്കണം കേട്ടോ. അവര് സ്തംഭിച്ചു പോയി. അവര് ചോദിക്കുന്നത് ഇതേ പത്രോസ് അല്ലായിരുന്നു കുറച്ചു നാൾ മുമ്പ് തള്ളിപ്പറഞ്ഞത്? എന്തു പറ്റി? ഏത് ശക്തി ഏത് ബലത്താലാണ് നീ ഇവിടെ നിൽക്കുന്നത്? പത്രോസ് അവിടെ എഴുന്നേറ്റുന്ന ഒരു പ്രസംഗം അങ്ങോട്ട് പ്രസംഗിച്ചു. തള്ളിക്കളഞ്ഞ ക്രിസ്തുവിനെ ഇപ്പം താണ്ട് അവരുടെ മുമ്പാകെ വരച്ചു കൂട്ടി കാണിച്ചു ആരായതെന്നുള്ളത്. അതിന്റെ 8, 9, 10 വാക്യം വായിക്കുമ്പോൾ നമുക്കത് വായിക്കണ്ട, നമുക്കത് നന്നായി വായിക്കാൻ നോക്കും. ക്രിസ്തു ആരാന്നുള്ളത് വരച്ചു കൂട്ടി കാണിച്ചു കൊടുക്കും. ഇതിനു മുമ്പ് തള്ളിപ്പറഞ്ഞോനെ അറിയത്തില്ലെന്ന് പറഞ്ഞതാണ്. ആത്മനിറവ് വന്നപ്പോ നാണ്ടേ നല്ലായിട്ട് ആരാന്ന് പറഞ്ഞു ഒട്ടുവിട്ട്. എന്നിട്ട് 13ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്നും അറിഞ്ഞു. അവർ പഠിപ്പില്ലാത്തവരും സാമാന്യക്കാരും ആയിരുന്നെന്ന് അറിഞ്ഞു. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ആത്മനിറവും പ്രാപിച്ച് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരായിരുന്നു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ജീവിതം മാറണമെങ്കിൽ ഹാവ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. യേശുവിന്റെ കൂടെ ആയിരിക്കും. ആത്മനിറവ് പ്രാപിക്കുക. പത്രോസെ, നിന്നെ പാറ്റിക്കളയാൻ തക്കോണം സാത്താൻ അനുവാദം ചോദിച്ചു. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എന്തിന് നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ? ഇന്ന് പകൽ നമ്മളെ നിർത്തിയിരിക്കുന്നത് ആ മഹാപുരോഹിതന്റെ പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് തെറ്റുണ്ട്, കുറവുകളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവം, മടക്കി കൊണ്ടുവന്നിട്ട് പറയുന്നൊരു ഇത് പ്രോമിസ്, ഗോ ആൻഡ് സ്ട്രെങ്തൻ യുവർ ബ്രദേഴ്സ്. പോയി ബലപ്പെടുത്തുക. ദാറ്റ്സ് ദ കമ്മീഷൻ ഹി ഗേവ് us. അവന് വേണ്ടി സാക്ഷ്യം വഹിക്കുക. യെരൂശലേം, ജൂഡിയ, സമരിയ ആൻഡ് ദി എൻഡ്സ് ഓഫ് ദ വേൾഡ്. കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കും കേട്ടോ. ഒരു ആത്മനിറവിൽ മുമ്പോട്ട് പോവാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. സമയം സന്ദർഭം ഒരുക്കി തന്ന് ലാലു പാസ്റ്ററോടും അഗാപ്പെ ചർച്ചിനോടും വളരെ നന്ദിയുള്ളവനായിരിക്കുന്നു. പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കുക. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ഇന്ന് പകൽ കർത്താവിന്റെ ദാസിലൂടെ നമ്മളെ കേൾപ്പിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ ലേറ്റ് നൈറ്റിലും നമുക്ക് വേണ്ടി ഉറക്കമൊക്കെ ഉളഞ്ഞ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം അവിടുന്ന് സംസാരിപ്പാൻ കർത്താവിന്റെ ദാസൻ കാണിച്ച നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസ്, ഹല്ലേലൂയ, സ്തോത്രം, യേശുവിനെ തള്ളിപ്പറഞ്ഞുവെങ്കിലും സ്തോത്രം, അവന് ഹല്ലേലൂയ വീണ്ടും
ഹല്ലേലൂയ തിരിച്ചുവരവിന് കാരണമായി തീർന്നു. ദൈവം അവനെ ഉപയോഗിപ്പാൻ ഇടയായി തീർന്നു. തന്റെ പുനരുത്ഥാനത്തിന് ശേഷം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് ഹല്ലേലൂയ ദൈവം അവനെ വീണ്ടും സ്നേഹിച്ച് ചേർത്ത് നിർത്തി. ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വസിച്ചപ്പോൾ അവന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് പെന്തിക്കോസ് നാള് ഹല്ലേലൂയ സ്തോത്രം മാനസാന്തരത്തിലേക്ക് നയിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. വീഴ്ച സംഭവിക്കാം, എന്നാൽ സ്തോത്രം നമ്മൾ കർത്താവിലേക്ക് തിരിച്ചു വന്ന് ഹല്ലേലൂയ പത്രോസിനെ പോലെ പത്രോസ് ഹല്ലേലൂയ നമ്മുടെയൊക്കെ ഒരു വീഴ്ച എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ സ്തോത്രം മടങ്ങി വരുവാൻ വിസന്നത കാണിക്കുമ്പോൾ പത്രോസ് നമുക്കൊരു പാഠമായി തീരട്ടെ. സ്തോത്രം. അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ ഇടയായി തീർന്നുവെങ്കിൽ ഇന്ന് സ്തോത്രം നമ്മൾ ഒരുപക്ഷെ നമ്മുടെ പഴയ തീഷ്ണത, ഒരുപക്ഷെ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ ദൈവവചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് സ്തോത്രം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് എല്ലാവരും കർത്താവിനൊന്ന് ഏറ്റുകൊടുത്തു കൊടുത്താണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മെ നന്നായി അറിയുന്ന ദൈവം ഇന്ന് ഈ ഡിവൈസിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം ചെയ്താട്ട്. നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ദൈവം ഇന്ന് പകൽ നമ്മളോട് ഇടപെടേണ്ടതിന് ഒരു എൻകൗണ്ടറിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ അറിയാ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. കൂട്ടം വിട്ടു പോടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. കൂട്ടം വിട്ടു പോടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയേ വീട്ടിലെത്തിക്കും. തേടിയെത്തിയിടൂ നല്ല ഇടയൻ തോളിലേറ്റിയേ വീട്ടിലെത്തിക്കും. എന്നെ അറിയാ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ചൂടിൽ വാഴാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. ചൂടിൽ വാഴാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനെന്നും. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനെന്നോ. എന്നെ അറിയാ, എന്നെ നടത്താ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാ, എന്നെ നടത്താം എല്ലാ നാളിലും യാഹനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോ പരിചയായിടും യാഹനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോ പരിചയായിടും യാഹനിക്കുണ്ട്. ആത്മശക്തിയാൽ എന്നെ നയിക്കും ആത്മനാഥന് കൂടെയുണ്ടെന്നും. ആത്മശക്തിയാൽ എന്നെ നയിക്കും ആത്മനാഥന് കൂടെയുണ്ടെന്നു. എന്നെ അറിയാൻ, എന്നെ നടത്താം എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താം എല്ലാ നാളിലും യാഹനിക്കുണ്ട്. കൂട്ടം വിട്ടു
ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. തേടിയെത്തിടോ നല്ല ഇടയെ തോളിലേറ്റിയ വീട്ടിലെത്തിക്കോ. തേടിയെത്തിടും നല്ല ഇടയെ തോളിലേറ്റിയ വീട്ടിലെത്തിക്കോ. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലോ യാഹനിക്കുണ്ട്. എന്നെ അറിയാ എന്നെ നടത്താ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. നമ്മെ നന്നായി അറിയുന്ന ദൈവകരങ്ങളിലേക്ക് എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബ്ലസൻ ജോർജിനെ ദൈവം സഹായിക്കേണ്ടതിന്, കുടുംബമായി ദൈവം അനുഗ്രഹിക്കേണ്ടതിന്, ഹല്ലേലൂയ, തന്നിലൂടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്തോത്രം ദൈവം അനുഗ്രഹിക്കേണ്ടതിന്, ഭൗതികമായി തന്റെ ജോലിയില് ബിസിനസ് മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ, പ്രത്യേകിച്ച് തന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ദൈവം തന്നെ സഹായിക്കേണ്ടത് നമുക്കെല്ലാവർക്കും ഒന്ന് സ്തോത്രം ചെയ്യാം. തന്നിലൂടെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങള് ഹല്ലേലൂയ നമ്മൾ കർത്താവിന് വേണ്ട സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം പ്രാധാന്യം ഒന്നും കൊടുക്കാതെ ഹല്ലേലൂയ പത്രോസിനെ താൻ വളരെ സ്നേഹിച്ചുവെങ്കിലും ഹല്ലേലൂയ തള്ളിപ്പറയുന്നവനായി തീർന്നു. ഹല്ലേലൂയ നാനും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവിനെ മറന്ന് ജീവിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അവന്റെ ഹല്ലേലൂയ ശബ്ദം നമ്മുടെ കാതുകളിൽ മുറങ്ങുക. പത്രോസിനോട് ചോദിച്ച, നീ എന്നെ ഹല്ലേലൂയ സ്നേഹിക്കുന്നുവോ? ഇന്ന് പകൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ അറിയുന്ന ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്. ഓ ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ബ്രദർ ലാലു പാമ്പാടിക്കായി സ്തോത്രം ചെയ്യാം. ആ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേകാൽ താൻ ഏർപ്പെട്ടിരിക്കുന്ന ആ ഹൗസിന്റെ പണികളൊക്കെ ഏറ്റവും അനുഗ്രഹമായി നടത്തുവാൻ അതിന് വേണ്ടതായ എല്ലാ സാഹചര്യങ്ങളും സ്വർഗം തന്നെ അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേകാൽ നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിലൊക്കെ സൂമിലൂടെ കടന്നു വന്ന് സ്തോത്രം വളരെ ഹല്ലേലൂയ തന്റെ സമയമില്ലാത്ത സമയത്തൊക്കെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുവാനൊക്കെ കർത്താവ് കാണിക്കുന്ന നല്ല സന്മനസ്സിനായി സ്തോത്രം ചെയ്യാം. സ്വർഗത്തിലെ ദൈവം അധികം പ്രതിഫലം കൊടുത്ത് തന്നെ മാനിക്കേണ്ടതിന്, തന്റെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് സ്തോത്രം തനിക്ക് ദൈവം കൊടുത്ത കഴിവുകളൊക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഹല്ലേലൂയ ഒരു പ്രസിദ്ധനായ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഗായകനായി കർത്താവ് തന്നെ ശക്തമായി കുടുംബമായി ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നാമം ഇവിടെ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചതാണല്ലോ. എത്രയും പെട്ടെന്ന് അതിന്റെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി കർത്താവ് വീണ്ടും ഈ ദേശത്തൊക്കെ അയച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം ഒരുക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം വളരെ തിരക്കേറിയ സമയത്തും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കടന്നു വന്ന് സ്തോത്രം ദൈവസഭയോട് ചേർന്ന് ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ, ദൈവവചനം കേൾപ്പാൻ സാധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്ത ഹല്ലേലൂയ. ഇന്ന് കേട്ട ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ അത് ക്രിയേറ്റ് ചെയ്യേണ്ടതിനായി ഹല്ലേലൂയ നമുക്കെല്ലാം മടങ്ങി വരവ് ആവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ കർത്താവിലേക്ക് മടങ്ങിച്ചെന്ന് ഹല്ലേലൂയ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് സ്തോത്രം വലിയ ക്രിയകൾ ചെയ്തെടുപ്പാൻ, ഇത് അന്ത്യകാലമാകിയാൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഹല്ലേലൂയ വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്യുവാൻ സഭയായി, വ്യക്തികളായി, കുടുംബങ്ങളായി ദൈവം നമ്മളെ ഒരുക്കേണ്ടതിന് ഒരു സമർപ്പണത്തോടെ നമുക്ക് നമ്മുടെ എല്ലാ പ്രത്യേകാൽ ഇന്നലെയും ഇവിടെ രാത്രിയിലൊക്കെ ഒത്തിരി അറ്റാക്കുകളൊക്കെ ഉണ്ടായല്ലോ. എപ്പോഴും ഒരു ശാന്തമാകുന്ന സമയത്ത് വീണ്ടും ഹല്ലേലൂയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ദൈവം ഇതിനെല്ലാം നമുക്ക് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഈ ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങൾക്ക്, ഈ പ്രതിസന്ധികൾക്ക്, ഈ ഗൾഫ് മേഖലകളൊക്കെ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും കർത്താവ് ഒരു ഹല്ലേലൂയ ശാന്തി നൽകേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഈ ദോഹയിൽ ആയിരിക്കുന്ന പല ദൈവദാസന്മാരുണ്ട്, പല പ്രിയപ്പെട്ടവരുണ്ട്, പല ഫംഗ്ഷൻസിന് പോകേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബിസിനസ് മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ പല പ്രിയപ്പെട്ടവരും ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഹല്ലേലൂയ ബിസിനസ് മേഖലയെ സാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നാട്ടിലൊക്കെ ഇന്നലെ ഞാൻ കേട്ടു പല ഹോസ്റ്റൽസ് അടച്ചു. ബാംഗ്ലൂരിലൊക്കെ പല സ്ഥാപനങ്ങൾ അടയ്ക്കുന്നു, ഹോട്ടൽസ് അടയ്ക്കുന്നു. ഗ്യാസിന്റെ അപര്യാപ്തത, മറ്റ് ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഉണ്ടാകുന്നു. ദൈവം
ഇതിനെല്ലാം ഒരു നീക്കുപോക്ക് തരേണ്ടതിനായി, ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് ഇനിയും കടന്നു പോകാതെ ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രത്യേകാൽ ഇന്നലെയൊക്കെ ഉള്ള ന്യൂസ് ഉണ്ടല്ലോ, ഹോർമോസ് ഹല്ലേലൂയ കടലിടുക്കിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നതിനും ആ പെട്രോളിന്റെ വരവൊക്കെ നിന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് സ്തോത്രം ദൈവം അതിനൊന്നും സാഹചര്യം ഒരുക്കാതെ ദൈവം എല്ലാം നന്നായി ചെയ്യേണ്ടതിനായി, ഇതിന്റെ തീവ്രത കൂടാതെ ദൈവം സഹായിക്കേണ്ടതിന് ഇന്ന് ഇതിനകത്ത് കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങള് സ്തോത്രം നമുക്ക് ആശ്രയിപ്പാൻ വേറെ ആരുമില്ല. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളും ആശ്രയിക്കുന്നു. എന്നാൽ നമുക്കോ സ്തോത്രം ഹല്ലേലൂയ നമ്മെ വിടുവിച്ച, നമ്മെ സൃഷ്ടിച്ച ഈ കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കുവാൻ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ അവൻ നമ്മുടെ യഹോവ, നമ്മുടെ സങ്കേതവും ബലവുമാ, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാ. ഇന്ന് പകലും ഒരു ദൈവത്തിന്റെ വലിയ വാഗ്ദത്തങ്ങള്, ദൈവത്തിന്റെ വലിയൊരു കൃപ, ദൈവത്തിന്റെ വലിയൊരു സൂക്ഷിപ്പ് നാം അനുഭവിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രത്യേകാൽ നമ്മുടെ സാക്ഷ്യം കേട്ടല്ലോ, പ്രിയ രമ്യക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ ഈ ദിവസങ്ങളിലൊക്കെ തന്റെ മാതാവിനും ചേച്ചിക്കും ഒക്കെ സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ ഈ സൂം മീറ്റിങ്ങുകളിലൊക്കെ നിരന്തരമായി ജോയിൻ ചെയ്യുവാനിടയായി തീർന്നു. അതൊക്കെ അവരുടെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗം അവരെ വിടുവിക്കേണ്ടതിന് സ്തോത്രം ആ ഹല്ലേലൂയ ബന്ധനങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച് സ്വതന്ത്രരായി ഞാനും എന്റെ ഭവനവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് സ്തോത്രം യോശുവയോട് ചേർന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം സാഹചര്യം ഒരുക്കേണ്ടതിനായിട്ട് ആ കുടുംബങ്ങൾക്ക് വേണ്ടി ഒക്കെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ പുറത്തു നിന്നൊക്കെയുള്ള അനേക പ്രിയപ്പെട്ടവർ ദൈവവചനം കേൾക്കുവാനിടയായി തീർന്നല്ലോ. ഒറ്റയ്ക്കുള്ളവർ, ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടവർ, സാഹചര്യമില്ലാത്തവർക്കൊക്കെ നമ്മോടൊപ്പം ആയിരിക്കാൻ ദൈവം ഇടയാക്കി തീർന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ എല്ലാവരെയും കലിൽ ഒരുപക്ഷെ പൊതുവായി പറയുവാൻ കഴിയാത്ത പല വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവര്, പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ജോലിയില്ലാത്തവര്, ജോലി ബുദ്ധിമുട്ടുന്നവർ പല പ്രിയപ്പെട്ടവരുണ്ട്. ദോഹയിലുള്ളവർ മാത്രമല്ല, നാട്ടിലുള്ള നമ്മുടെ ചില സുഹൃത്തുക്കള്, മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദൈവം അവരെ എല്ലാം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം കേട്ട് ഇന്ന് കേട്ടതായി ദൈവവചനം ഹല്ലേലൂയ ഹല്ലേലൂയ അതിന്റെ ക്രിയ ചെയ്യേണ്ടതിനായി ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട് നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരുടെയും എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ഇപ്പോൾ പറയാം. അതും കൂടെ കൂട്ടി നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. അതും കൂടെ കൂട്ടി നമ്മൾ പ്രാർത്ഥിക്കും. സ്തോത്രം. ഓ ജീസസ് 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 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് ഇന്ന് നല്ലൊരു കൂട്ടായ്മ ദൈവം തന്നുവല്ലോ. ഈ പ്രത്യേക സാഹചര്യത്തിലും സ്തോത്രം സൂൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ദൈവവചനം കാനഡയിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ നമുക്ക് കർത്താവിന്റെ വചനം പ്രസംഗിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചു. വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അത് ശ്രവിപ്പാൻ, ഏറ്റെടുപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. കേരളത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ പ്രിയ ലാലുവിനെ കുടുംബമായി സഹായിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രത്യേകാൽ നമുക്കൊക്കെ തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് അവസാനമായി പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പീലിക്കുഞ്ഞ് താനും നാട്ടിൽ നിന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. താൻ പ്രാർത്ഥിച്ചാട്ട് പാസ്റ്റർ പീലിക്കുഞ്ഞ് പ്രാർത്ഥിച്ചാട്ട് അവസാനമായി അൺമ്യൂട്ട് ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ കൃപാസനത്തേക്ക് അടുത്തു വരികയാണ്. അഗപ്പെ ചർച്ച ക്രമീകരിച്ച ഈ ഉപവാസ പ്രാർത്ഥന ദൈവരാജ്യ വ്യാപ്തിക്ക്, ദൈവനാമ മഹത്വത്തിന്, രാജ്യങ്ങളുടെ സമാധാനത്തിന് കാരണമായി ഭവിപ്പാൻ, സഭയുടെ വർധനവിന്, അനേകം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ മടങ്ങി വരേണ്ടതിന് ദൈവമേ അവിടെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. വിശിഷ്യാൽ ഇന്ന് പകൽ പാടിയ ആമീൻ ദൈവദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണം. കർത്താവേ, നിന്റെ വചനം കാനഡയിൽ നിന്ന് സംസാരിച്ച ലാലുപാസ് കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണം. കർത്താവെ, കേൾക്കപ്പെട്ട വചനം അനേകർക്ക് അത് വിടുതലായി
യഥാസ്ഥാനത്തിന് കാരണമായി ഭവിപ്പാൻ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കേവലം ഒരു ചടങ്ങായിട്ടല്ല കർത്താവെ, ഒരു ഉപവാസ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ആത്മാവിന്റെ അതിശക്തമായ വ്യാപാര ശക്തിയാൽ അനേകർക്കൊരു മടങ്ങി വരവ്, കർത്താവിലേക്ക് മടങ്ങി വരവ് ദൈവം നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ ദാസനെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ദിവസങ്ങളിൽ സഭ ആത്മാവിൽ പുഷ്ടിപ്പെടുവാൻ കർത്താവെ, കാറ്റടിച്ച് ആ കാർമേഘം മാറി വെളിച്ചം വീശുന്നത് പോലെ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ സഭയിൽ ഒരു ആത്മാവിന്റെ വലിയൊരു പ്രവാഹം ഉണ്ടാകുവാൻ ദൈവാത്മാവ് ഇടയാക്കണം. ആദ്യ 100 നൂറ്റാണ്ടിൽ പോലെ തന്നെ കൃപാവരങ്ങളാൽ ജ്വലിക്കപ്പെടുന്ന ഒരു സഭയായി തീരുവാൻ പത്രോസ് മടങ്ങി വന്നിട്ട് ദൈവാത്മാവിൽ നിറയപ്പെട്ട് പ്രസംഗിച്ചപ്പോൾ അനേകർ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തെ ആയിത്തീർന്നത് പോലെ ആയിത്തീരുവാൻ ദൈവം സഹായിക്കണം. ലോകമെമ്പാടും വലിയ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നല്ലോ, യുദ്ധങ്ങൾക്കൊരു ശാന്തി വരുത്തണം. ഗൾഫ് രാജ്യങ്ങളെ ദൈവം സഹായിക്കണം. വിശിഷ്യാലെ ഖത്തറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഖത്തറിൽ ദൈവത്തിന്റെ സമാധാനം ദൈവം നൽകണം. കർത്താവേ, ഇറാനും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങൾക്ക് ശമനം വരുത്തണം. വരുന്ന ദിവസങ്ങളിൽ മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെടുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ, കർത്താവിന്റെ മുഖം അന്വേഷിക്കുവാൻ, കർത്താവിലേക്ക് ഞങ്ങൾക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവിടെയാക്കണം. അങ്ങയുടെ ദാസനെ കുടുംബമായി ശക്തിയോട് ഉപയോഗിക്കണം. രോഗികളായി പാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് സൗഖ്യം കൽപ്പിക്കണമേ. കർത്താവേ, അവിടുത്തെ കരം ഇന്ന് രാവിലെ നിന്റെ മക്കളുടെ മേൽ വെക്കണമേ. അങ്ങ് തൊട്ടവരും സൗഖ്യമായിട്ടുണ്ടല്ലോ. ഇന്ന് രാവിലെ അങ്ങ് തൊട്ട് ജനത്തിന് വിടുതൽ കൽപ്പിക്കണമേ. പൂർവാധികം ശക്തിപ്പെടുവാൻ, ആത്മാവിലും സത്യത്തിലും ആരാധ്യപ്പാൻ അനേക ദേശത്ത് വിടിവിക്കപ്പെടുവാൻ ഇടയാക്കണം. ഈ പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണം. അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും അങ്ങ് ശക്തിയോടെ പിന്നെയും ഉപയോഗിക്കണം. കർത്താവേ, ഖത്തറിൽ ഈ ചർച്ച് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അനേക ദൈവ കൃപയുടെ വ്യാപാര ചർച്ചയിൽ നിന്ന് അനേകർക്ക് അനുഭവിപ്പാൻ ദൈവാത്മാവിടെയാക്കണം. എല്ലാം മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ മൂലം പ്രാർത്ഥന കേൾക്കണം. സ്നേഹമുള്ള പിതാവേ, ആമീൻ. ആമേൻ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ദൈവത്തിന് ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോടും ആരാധനയിൽ ഞങ്ങളുടെ കർത്താവ് നയിച്ച പ്രിയ കുടുംബത്തോടും ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകലും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. പ്രത്യേക കർത്താവിന്റെ ദൈവത്തിന് ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന് നന്ദി. പാട്ടുപാടിയ പ്രിയ ലാലു പാസ്റ്റർ ബ്രദറിന് നന്ദി. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ഖത്തറിലെ ദോഹ ചർച്ചിലുള്ള പ്രിയ സൂസന്റെ മാതാവ് ഇപ്പോൾ മരണപ്പെട്ടു എന്ന നിത്യതയിൽ ചേർക്കപ്പെട്ടു എന്നറിയുവാൻ ഇടയായി തീർന്നു. താൻ സൂസൻ നാട്ടിലാണ്. അല്ലെങ്കിൽ മന്ദിരം ഹോസ്പിറ്റലിന്റെ ആദ്യകാല പ്രവർത്തകരിലൊക്കെ വളരെ ശക്തമായി നിന്നൊരു കുടുംബത്തിന്റെ തലമുറയാണ്. എല്ലാവരും അതോർത്ത് പ്രാർത്ഥിക്കുക. ദൈവം സഹായിക്കട്ടെ. ആ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. അതിഥികളായി കടന്നു വന്നവർക്ക് നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.